Praise the Lord. Thank you. Here you go. ഗുഡ് മോർണിംഗ് എവറി വൺ. ഇത്രയും നല്ല ഒരു ജനനിബിഡമായൊരു സെമിനാർ ഞങ്ങളെ നമ്മളിതിൻ്റെ ഒരു കൺവെൻഷണൽ രീതിയൊക്കെ അങ്ങ് മാറ്റിവെക്കാം. നിങ്ങൾ ഇത്രയും നേരം ഒരു ആത്മീയ അന്തരീക്ഷത്തിലായിരുന്നല്ലോ. അന്തരീക്ഷം പോയില്ലെങ്കിലും നിങ്ങളുടെ മനോഭാവം കുറച്ചുകൂടെ ഒരു സെമി സയൻറ്റിഫിക് റീജിയനിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു. അപ്പം ഇതിന് 3 സെഷനാണുള്ളത്. ആദ്യത്തെ സെഷൻ പ്രിൻസി എടുക്കും, രണ്ടാമത്തത് ഞാൻ, മൂന്നാമത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ കുഴയ്ക്കുന്ന ചോദ്യങ്ങളും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളും ഒഴിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. ഞാൻ പ്രിൻസി വർഗീസ്, എൻ്റെ ഭാര്യ, പത്തനംതിട്ട കാത്തലിക് കോളേജിൽ നിന്ന് BSc സുവോളജിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പത്തനംതിട്ട കാത്തലിക് കോളേജിൽ തന്നെ MSc സുവോളജിയിൽ മാസ്റ്റേഴ്സ് എടുത്ത ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് മെഡ് സ്കൂളിലോട്ട് മാറിയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു BEd ഡിഗ്രി ഉണ്ട്. അപ്പം ഷി ബീൻ സ്റ്റഡിയിങ് ത്രൂ ഔട്ട് ഓൾ ദീസ് ടൈം. അപ്പം ഒരു ബേസിക്കലി ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മെഡ് സ്കൂളിലോട്ട് മാറിയത് MBBS ശേഷം. തിരുവല്ല മെഡിക്കൽ മിഷനിൽ പീഡിയാട്രിക്സിലെ ഒരു ജൂനിയർ റെസിഡൻ്റായിട്ട് ആണ് ആദ്യം ജോലി ചെയ്തത്, 3.5 years. അതിനുശേഷം മെഡിസിനിലും ഒരു റെസിഡൻസി, പിന്നെ പീഡിയാട്രിക് ഹെമറ്റോളജിയിൽ ബിലീവേഴ്സ് ഹോസ്പിറ്റലായിരുന്നു അവസാനത്തെ 2 വർഷം. ഞാൻ ആൽവിൻ P. ജോസഫ്. ഞാൻ BSc കെമിസ്ട്രി ആലപ്പുഴ SD കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത ആളാണ്. അതിനുശേഷമാണ് ഞാൻ മെഡ് സ്കൂളിലോട്ട് പോയത്. എനിക്കൊരു ചെറിയൊരു ഫെലോഷിപ്പ് ഉണ്ട്, പോസ്റ്റ് MBBS. പിന്നെ ഞാനൊരു ഏകദേശം 11 വർഷം സർജറിയിൽ ഒരു സീനിയർ റെസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു, 3 ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. 2 കുഞ്ഞുങ്ങളുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഹെൽത്ത് സെമിനാർ നമ്മൾ ഒരു വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അത് നമുക്ക് ഒരുപാട് നമ്മൾ ഡോക്ടേഴ്സ് ആദ്യം സ്വീകരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. ടു ഇൻഫർമേഷൻ ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഈസ് നോട്ട് ഗുഡ്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നെഞ്ചുവേദനയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ അങ്ങേ അറ്റം വരുന്നു അവരോട് പറയാറില്ല. ടു മെനി ഇൻഫർമേഷൻ, അത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു മെഡിക്കലി എൻറിച്ച്ഡ് പ്രൊഫഷണൽസ് ആയതുകൊണ്ട്, മെജോറിറ്റിയും ടെമ്പിളിലെ വലിയ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആദ്യത്തെ സെഷൻ പ്രിൻസി എടുക്കും. അത് ഞങ്ങൾക്കൊരു തീം, നമ്മുടെ സുഷമ പറഞ്ഞ പോലെ ഒരു തീമുണ്ടായിരുന്നു. അതായത് ഹെൽത്ത് ഈസ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. അങ്ങനെയാണ് നമ്മളൊരു ചെറിയൊരു തീം. അതിൻ്റെ സെക്കൻഡ് സെഷനിൽ ഹെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റിയും നമ്മൾ ചെറിയ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കും. അപ്പം I hand over to my beloved wife, Dr. Princey. Thank you. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ പേടിക്കരുത്, ഞാനൊരു പാവമാണ്, ക്വസ്റ്റ്യൻ ചോദിച്ചു കൊല്ലരുത്. ക്വസ്റ്റ്യൻസൊക്കെ അങ്ങോട്ട് ഡിറക്റ്റ് ചെയ്യണം. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ് ടു യു ഓൾ വൺസ് അഗൈൻ. നമുക്ക് ഇന്ന് ഞാനിപ്പം ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു അബവ് 40 ഉള്ള നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, എക്സെപ്റ്റ് ദം. ഓക്കെ, അവരെ വിട്ടേക്ക്. ദ തിങ് ഈസ്, ഞാനിപ്പം ഒരു ഹെൽത്ത് സെമിനാറെന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഹെൽത്ത് ടുഡേയുടെ കാര്യമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ തിങ് ഈസ്, ടുഡേ മീൻസ് I'm going to a clinic, so I am a doctor, so I watch people come to me like ladies and അവരുടെ കോമൺ പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, വാട്ട്സ് ഹെൽത്ത് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് WHO പലതും പറയും. WHO പറയുന്നു ഇറ്റ്സ് ദ കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. വി കെ നോട്ട് ഫോക്കസ് ഓൺ എ കംപ്ലീറ്റ് തിങ്. അത് നമുക്കും അറിയാം, ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ്. ഇത് WHO ഡെഫിനിഷനാണ്. ഇറ്റ്സ് ലൈക്ക് ഹെൽത്ത് ഇസ് ലൈക്ക് ദിസ്. But what we focus here is how we can maintain a daily healthy lifestyle. അതാണ് ഇപ്പം നമ്മൾ ഇതിലൂടെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. എങ്ങനെയാണ് നമുക്കത്
ഫോർവേഡ് ചെയ്യാൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അതായത് വിതൗട്ട് ഡിപ്പെൻഡിങ് ഓൺ മെഡിക്കേഷൻസ് മച്ച് ആൻഡ് യുനോ ഡോക്ടേഴ്സ് വിസിറ്റ് കുറച്ച് അങ്ങനെ ഉള്ള ഒരു രീതി. ഓക്കെ, ഇപ്പം നമുക്കൊരു ബേസിക് കാര്യങ്ങൾ നമുക്കറിയാം. What all health issues you guys have. We know all that, right? Women, നമുക്ക് കൂടുതലായിട്ട് വരുന്നത് menopausal changes. ഈ പ്രായത്തിൽ we have the menopausal issues, hot flashes, sweatings, weight gain, obesity. അതൊരു വലിയ ഇഷ്യൂ ആണ്. I'm not saying you guys are obese, please pardon me, okay? These are the common issues we find. And then we have diabetes, hypertension, heart diseases, even kidney diseases. All these things are major issues in women after 40. So I think I'm okay. Yeah, okay. If there's anything else, you can point it out. And then one major issue after menopause is the breaking bones, the osteoporosis. That's a villain in our lives. In women's life, actually, that is a major villain because we go through many hormonal changes. We're not like men. Men have a different set of physiology, actually speaking. It's almost similar, but the hormonal part is totally different. So the thing is, we need to focus more on our issues. Because ഇത് സഹോദരിമാരുടെ മീറ്റിംഗ് ആയതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന സഹോദരന്മാർ ക്ഷമിക്കുക. So the thing is, we need to focus on all these issues. And basically what I like to promote the screening part. Actually, in our day-to-day lives, before going into anything, I want to focus on the screening parts that we need. After 40, we are basically required, according to the health association here also, the protocol here also, we are supposed to undergo many screenings, like colonoscopy, the mammogram, because all this, the cancer risk are increasing. The diabetic screening every third year we need to, after 45 they require everyone to monitor their blood glucose and daily visit to regular visit to the physicians, the PCPs. So ഇതുവരെ ക്ലിയർ ആണല്ലോ. So the thing is, you can see on the screen that I've written some things. I have mentioned some things here, whatever is our basic issues and whatever screenings we can do, in 5 years, in 10 years, mammogram in 1 year. If you have some lesions or something, you can go for like yearly monitoring. You guys know all of this. Yes, I can see. Grace Sandy, I know you know that. So basically, these are the health issues which we need to address, and our goal should be like, by each year we're getting older. So how we can be independent, mostly remove that regular physical, a physician visit or hospitalizations. Basically we can do all the screenings, we can do all the immunizations, whatever is required, and we can boost our immunity. So mostly the osteoporotic part, we can avoid falls. How we can maintain our day-to-day healthy lifestyle, which is more towards living on your own, not depending much on other people. That should be our focus. As women, we need more nutrients, nutritional change, lifestyle change than men. Men, because we women, we know ourselves, right? We don't usually focus on a sport thing, or we usually don't go to the gym every day, or we are not much concerned about these things than men. Men usually they focus on their fitness more, as per my knowledge. Okay, including me. Okay, so the thing is, I would like to introduce certain things. You all must have heard about the Newstart lifestyle program. Somebody must have heard. Newstart lifestyle program. It was designed by the Weimar University in California. This was not now. This was in 1978. So the thing is, they actually focused more on the whole as a
holistic view of the well-being of the individual. So this program, it's actually based on, it's physician monitored, as per you can see on the slide. It's a physician monitored, it's a researched program. They involve doctors, therapists, the behavioral therapists. Everyone is involved in this. And this program, on the next slide, you can see that what is Newstart. The Newstart is a mnemonic, okay? So the Newstart, it gives, combines the 8 fundamental elements and 8 fundamental principles by which we can actually improve our lifestyle, okay? So the first one being the N. Oh, yeah. Yeah, as this slide shows whatever I said just right now. Okay, so this is basically important. So as you can see, it's like an alignment of all these 8 principles of 8 fundamental principles which guide our life. So you can see these are the important things. We all know what these are. We all know what things, we basically have an idea that we should go through this. But how we can incorporate these into our lives, into our daily lives. അപ്പം ഇത് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് ചെയ്യാൻ പറ്റും. How we can practice all this. This is what is important. So this is a proven thing. It's a proven program. It has helped many lives. So I want to introduce this to you guys because this will help in improving the quality of our day-to-day lives. And the first one being nutrition. We can have the most research is done in nutrition every day. Every day a new diet is coming. Every day a new thing is coming up that which claims that okay, we can there's no need of medication. We can altogether cure diabetes or altogether cure hypertension with this. But that's a myth. It's not like that. Nothing cures, like there's no miracle except for we are Pentecost people, so we know the miracle of God. Only He can cure, okay. The thing is, about nutrition, we can say that nutrition, as you can see in the slide, these are some things that on the right side, that is the Nutritarian food pyramid. On the picture, we can see what all things we can include in our day-to-day lives, how much should be included. So the broader the portion is, that means the most important those are. And when you go up the pyramid, it's a narrowing. So that means the portion size should be less. But all of this should be included in our lives. That's what it means. So I have taken typically like a 50-year-old female. That means they require 1,800 calories per day, and including all the micronutrients, the major nutrients, everything, including that per day requirement is 1,800. But we know that we are not young. So the 1,800 calories per day, that means we cannot put in every day the 1,800 calories, right? Because the major issue after 40s is weight gain. Once we gain the weight, it doesn't go down. ഇത് താഴെ പോതേ ഇല്ല. വെയിറ്റ് 1 പൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു 100 കാലറി മാത്രമേ ഒരു അരമണിക്കൂർ ട്രെഡ്മിൽ ഓടിയാലും we'll lose only 100 calories. So we know it's a different thing. So what we can do is we can combine the nutrition with the exercise and reduce the intake of calories. Calories കുറയ്ക്കാം എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടോ? പ്ലീസ് ഡോണ്ട് സ്ലീപ്പ്. Now I understand people say that, why people say that on the stage. Okay, so we that's about the basic nutrition. And for the perimenopausal means those who are going through the menopausal changes, we need to add more calcium and vitamin D in our daily meals. Okay, our meals should be rich in. So I want to introduce actually some diet plans. There are many.
Yeah, there are more than 30 different diets. We know everything. In the Google, everything is there. Like, every day more and more, cuter, challenging kind of diets are coming. And so these diets are like not all practical for us. For the young people, I see 1, 2, yeah. For you guys, maybe the very fierce kind of diet, the severe calorie cutting, the ketogenic, all these things might help. But for us, we need to tailor it to our needs. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് നമുക്ക് സൂട്ടബിൾ ആയിട്ട് ഒരു ഡയറ്റ് വിത്ത് റിഡ്യൂസ്ഡ് കാലറീസ് ആൻഡ് വാട്ട് എവർ വിച്ച് ഹെൽപ്സ് ഇൻ ആർ നോട്ട് ഗെയിനിങ് വെയ്റ്റ്, ഇൻ മെയിൻറ്റെയിനിങ് എ ഹെൽത്തി വെയ്റ്റ്. ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് ആവശ്യങ്ങൾ. സോ ഈ ഹെൽത്ത് സെമിനാർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. ഓക്കെ. ആൻഡ് നമ്മളൊക്കെ അറിയാം, നമ്മൾ the slide you can see I've mentioned many types of diets. Okay. So whatever is like, we don't follow a strict belief based diet. Namla Christians, we don't have that strict belief based diet, and I don't believe anyone is vegetarian here. So we don't usually go for the vegan diet also. I am not sure, is there any vegetarian here, a complete vegan? I don't believe so. Maybe the younger ones. Bettina, are you a vegan? No, right? So I don't know, it's a trend here. So I don't believe anyone is a vegan here. So we're good with the meats and the poultry and the eggs and the milk. I can safely say that. So so there are some diets which can help us actually in weight loss, in reducing blood pressure, in reducing our diabetic, in helping our diabetic control. So some of them are mentioned there, in like Mediterranean diet, DASH diet, MIND diet, flexitarian diet, intuitive diet. These are some of them. Okay, this is some of them. Okay, and so I want to go to each one like one sentence. Okay. Yeah, the Mediterranean diet is mostly from the Mediterranean part, the Greek, their food habits. So now it is the best diet. It's the best known diet accepted by most of the population. നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു type of diet ആണത്. So it mostly is plant based, and they include olive oil in everything. Okay, olive oil based ആണ് അവരുടെ കാര്യങ്ങളൊക്കെ. So olive oil is considered to be healthier than the other oils. And they most part, the major portion of the diet includes vegetables, legumes, fruits, etc., etc. Olive oil is there, and we can include moderate amounts of fish in dietary. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ we keep smaller amounts of poultry and red meat. ഈ red meat മിക്ക ഡയറ്റിലും നമ്മൾ no പറയുന്ന, except for ketogenic diets or something, we strictly follow the lean meat policy. Okay, so in this Mediterranean diet, they usually focus on the vegetables, the legumes, പയർ വർഗ്ഗങ്ങൾ, നട്ട്സ് ആണ് അവർക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്തതൊരു ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ, ഡാഷ് ഡയറ്റ് ഇസ് ദ ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. അതാണ് ഡാഷ് എന്ന് പറയുന്നത്. ഡാഷ്, അപ്പോൾ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് നമുക്കറിയാമല്ലോ. നമുക്ക് ഹൈപ്പർ ടെൻഷൻ നമ്മൾ 3 ടാബ്ലറ്റ് കഴിച്ചിട്ടും BP കുറയാത്ത നമുക്കറിയാം. നമുക്കപ്പം മെയിനായിട്ടും നമ്മൾ ലോ സോഡിയം ഡയറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഹൈപ്പർ ടെൻഷൻ ഒട്ടും കൺട്രോൾഡ് ആവാത്ത ആൾക്കാർക്ക് ഉള്ള ഒരു, അതായത് സോഡിയം ഇൻടേക്ക് 1500 പെർ ഡേ എന്നൊക്കെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നുണ്ടെങ്കിലും ദ തിങ് ഈസ് സംടൈംസ് നമുക്ക് അത്രയും പോലും എടുക്കാൻ ഒക്കത്തില്ല. നമുക്കറിയാം നമ്മളുടെ കിഡ്നി കണ്ടീഷൻസ്, നമ്മളുടെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്ത് മോർണിംഗ് ഈവനിങ് ഒക്കെ മോണിറ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം. സോ സംടൈംസ് ഉപ്പേ എടുക്കരുതെന്ന് പറയും. ഉപ്പേ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല, ഉപ്പ് എടുക്കണം, കുറച്ച് എടുക്കണം. ബട്ട് ദ തിങ് ഈസ് വി നീഡ് ടു ടൈലർ ഇറ്റ്. And in this diet, there's no red meat, sweets, or processed foods, or anything like that. Okay, so there's another type of diet, that's a flexitarian diet. Flexitarian diet is also a plant-based diet. അതിനകത്തും ഇങ്ങനെ പേര് പോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ പ്ലാന്റ് ബേസ്ഡ് ആണ്. ഈ പോൾട്രി മീറ്റ്സ് ഒക്കെ കുറച്ച് ഒഴിവാക്കുക അങ്ങനെ. പിന്നെ ഉള്ളതാണ് മൈൻഡ് ഡയറ്റ്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മെമ്മറി പ്രോബ്ലംസ്, ഡീജനറേറ്റീവ് ഡിസീസ്, ഇൻസിഡൻസ് ഓഫ് ആൾഷൈമേഴ്സ്, അതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, പാർക്കിൻസൺസ്, ഒരുപാട് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ആണ് there.
അപ്പം ആൾക്കാർ സയൻറ്റിസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് ഹൗ വി ക്യാൻ റിഡ്യൂസ് ഇൻസിഡൻസ് എന്നുള്ളതിനകത്ത് ഒരു ഡയറ്റാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈൻഡ് ഡയറ്റ്. മൈൻഡ് ഡയറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ദിസ് മെഡിറ്ററേനിയൻ ഡയറ്റ് ആൻഡ് ദ ഡാഷ് ഡയറ്റ്. സോ ഇറ്റ്സ് ജനറലി ഹെൽപ്പിംഗ് ബോത്ത് പാർട്സ്. അത് തന്നെയല്ല എൻ്റെ കൊഗ്നിറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റും അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോസസ്ഡ് ഫുഡ്, ചീസ്, ബട്ടർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാനൊരു എക്സാമ്പിൾ ഇട്ടിരിക്കുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റാണ്. ബിക്കോസ് ഐ തോട്ട് ദാറ്റ് വുഡ് ബി മോസ്റ്റ് ഹെൽപ്ഫുൾ ഫോർ ദാറ്റ്സ് എ മീൽ പ്ലാൻ. You guys can go through that. 1 minute. You guys can just go through that for a minute. Like it's like നമുക്ക് ഇപ്പം ഈ പറയുന്ന ഫ്ലാക്സ് സീഡും അതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഓട്സ് വെച്ചോ, നമുക്കൊരു യോഗട്ട്, ഒരു എഗ് മീൽ, അതൊക്കെ നമുക്ക് അഫോർഡബിൾ, നമുക്ക് പറ്റുമല്ലോ, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ലഞ്ചിന് ഇവർ യൂഷ്വലി മീറ്റ്സിനെക്കാളും നോക്കിക്കുക അതിനകത്ത് ബ്രോക്കോളി അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻസിൻ്റെ ബ്രെഡ്, ഹോൾ ഗ്രെയിൻസ് തിങ്സ് വിത്ത് കിനോ എത്ര പേര് കഴിക്കും എനിക്കറിയാൻ പാടില്ല. കിനോയൊക്കെ ഇറ്റ് സൗണ്ട്സ് വെരി ഫാൻസി ബട്ട് ഇറ്റ്സ് നോട്ട് വെരി quite that edible, but yeah, I understand. And veggie soup is usually we can manage a veggie soup, obviously നമുക്കൊരു ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം വെജി സൂപ്പൊക്കെ വെച്ചല്ലേ. And and the salmon is a major part of these diet, this Mediterranean diet. Okay, salmon and fruits, and for snacks they are having yogurt or nuts. So I believe we all can do that. നമുക്കൊരു ഡിവൈഡഡ് പോർഷനിൽ ഇപ്പോൾ എടുക്കുന്ന പോർഷനിൽ നിന്നൊക്കെ കുറച്ച് നമുക്ക് ഇതൊക്കെ ചെയ്താൽ അഡ്ജസ്റ്റ് ടൈലർ ചെയ്താൽ വി ക്യാൻ അഡ്ജസ്റ്റ് ആൻഡ് ഇൻക്ലൂഡ് സാൽമൺസ് മോർ ഓർ ഫിഷ് മോർ. that would be helpful than the red meat. നമ്മൾക്ക് ഈ പോത്തിനെ കാളയൊക്കെ ഇനി കുറച്ച് നമുക്ക് റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഫിഷിലോട്ടൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ്, ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് യാ, സോ that might help. And next, so these are all the diabetic friendly diets too, because നമ്മുടെ മേജർ പ്രോബ്ലം ഡയബറ്റീസ് ആണല്ലോ. ഇവിടെ ഡയബറ്റീസ് ഇല്ലാത്തവർ കുറവായിരിക്കുമല്ലോ, മിക്കവർക്കും ഡയബറ്റീസ് കാണും. അപ്പം സോ ഡയബറ്റിക് ഫ്രണ്ട്ലി ഡയറ്റും കൂടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പിന്നെ ഒരു പാലിയോലിത്തിക് ഡയറ്റ് എന്ന് പറഞ്ഞൊരു നെക്സ്റ്റ് സ്ലൈഡിലൊരു പാലിയോലിത്തിക് ഡയറ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, നോൺ പ്രോസസ്ഡ് ഫുഡ്. അതെന്താണെന്ന് വിചാരിച്ചാൽ, സോ സി ദാറ്റ് പിക്ചർ ഇസ് വെരി ഹെൽപ്ഫുൾ. നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പിക്ചേഴ്സൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ പറയുന്നതൊക്കെ അങ്ങ് ആവിയായി പോകും, പക്ഷേ യു വിൽ റിമെമ്പർ the picture, the idea of the picture. That's a plate method. That's called the plate method. That's half of the plate is donated to the non-starchy leafy vegetables, and the other portion is for lean proteins and grain foods. Whole grains are preferred. So that can help. That ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് മാറുവാണെങ്കിൽ that would be very helpful. We are including half the plate of green leafy vegetables. That's there. പണ്ട് തൊട്ടേ പറയും green leafy vegetables കഴിക്കണം, പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ നമുക്ക് റിയൽ ആപ്ലിക്കേഷൻ വരുന്നത്. കൊച്ചു പിള്ളേർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ, കുഴപ്പമില്ല. സോ യാ, the thing is and vegan diets, ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്, അത് സീലിയാക് ഡിസീസ്, അത് ഗ്ലൂട്ടൻ ഡൈജസ്റ്റ് ആവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്സ്. നമുക്കത് വലിയ ഇതില്ല, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അക്കോർഡിംഗ് ടു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്കത് ഇത് ചെയ്യാം. പിന്നെ ഒരു ന്യൂമോണിക് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് സ്ലൈഡിലൊരു ന്യൂമോണിക് വെച്ചിട്ടുണ്ട്. These are the 6 basic superfoods which we can include. This is simple, you can remember these things. That is these 6 superfoods you can include in everyday life. അപ്പോൾ ഇതിനകത്ത് മേജർ ആയിട്ടുള്ളത് ബി സോർട്ട് ഓഫ് വൈറ്റമിൻസ് ആണ്. ബി വൈറ്റമിൻസ് വിൽ ഹെൽപ്പ് ഇൻ the neurologic and cognitive and immunological aspects of our lives. So നമുക്ക് ബീൻസ് ഉണ്ട്, ഗ്രീൻ ലീവ്സ്. ബീൻസ് എന്ന് അവർ ഉദ്ദേശിക്കുന്ന ലെഗ്യൂംസ്, ഈ പയറുവർഗ്ഗങ്ങൾ, ലെഗ്യൂംസ്, അതൊക്കെയാണ്. ഗ്രീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലീഫി ഗ്രീൻസ്. അപ്പം ആസ് യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്,
everything is rich in something or the other. Okay, in B9, in B2, in B12. See, all these are like helping in our immunity. Some are building up our blood cells, some are for the neurotransmitters. അതായത് നമുക്ക് ഈ അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും നമ്മുടെ ഇമ്മ്യൂണോളജി, അതായത് ഇപ്പം ചിലർ മിക്കവർക്കും അനീമിയ ഉണ്ടാവും. ഒരു ഏജ് കഴിയുമ്പം നാച്ചുറലി വി ഗോ ടു എൻ അനീമിക് ഫേസ്. അപ്പം അതിനെ പിന്നെ നമുക്ക് ക്ഷീണമാണ് നമുക്ക് എപ്പോഴും ഉള്ളത് ഫെറ്റീഗാണ്. ഫെറ്റീഗ് ഈസ് എ മേജർ തിങ് ഇൻ വുമൻ. അപ്പം അതിനെല്ലാം ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡയറ്റ് വഴി പറ്റും എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് തിങ്, റൈറ്റ്? നമ്മൾ ഇച്ചിരി ഒരു ഡയറ്ററി ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞിട്ട് വി ക്യാൻ ചേഞ്ച് ദാറ്റ് ഇൻ ടു എൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇൻക്ലൂഡ് ദീസ് ഫുഡ്സ് ഇൻ യുവർ ലൈഫ്. അതായത് ബീൻസ്, ഗ്രീൻസ്, യോഗർട്ട്, egg, sunflower seeds and salmon. Okay. And now we come to the other. So this was the N of the Newstart. Okay. And then there's E, there's W. Okay. But E aanu, I'll take only few minutes more. Okay. So the E is exercise. Exercise, I know we are not very keen in exercise thingies. So what I've read, the AHA recommends 150 minutes of moderate physical activity, അതായത് aerobic exercise, walking. 150 minutes per week ആണ് പറയുന്നത്. അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 days a week എങ്കിലും നമ്മൾ ഇച്ചിരി ഒന്ന് നടക്കുക, അല്ലെങ്കിൽ 5 days 30 minutes വെച്ച് നടക്കുക. അപ്പോൾ നമുക്ക് 150 minutes ആയി, അരമണിക്കൂർ, 30 minutes 5 days വെച്ച് നമുക്ക് നടക്കാം. ഒരു പട്ടിയെ കിട്ടിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം I know, right? He will not let you sit at home. You have to take him out. അല്ലേ? അപ്പോൾ ഒരു get a pet, that's the best thing. So and this Newstart പ്രോഗ്രാമിൽ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണെന്നറിയോ? ഗേൾ ഗ്രൂപ്പ്സ്. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ ഇവിടെ കൂടുന്നു, നമ്മൾ ചർച്ചയ്ക്ക് കൂടുന്നു. സോ ഗേൾ ഗ്രൂപ്പ്സ് ഓർ ദ ഫ്രണ്ട് സർക്കിൾ, ദാറ്റ് വിൽ ഹെൽപ്പ്. ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക, രാവിലെ നടക്കാൻ പോവുക. ദാറ്റ്സ് എ വെരി വെരി നൈസ് തിങ് ടു ഡു. ആൻഡ് ദ വാക്കിംഗ് ഈസ് നോട്ട് അങ്ങനെ സാധാരണ നടക്കുന്ന പോലെയല്ല, ദ ബ്രിസ്ക് വാക്കിംഗ്. അറിയാമല്ലോ, കൈയൊക്കെ വീശി പണ്ട് അപ്പാപ്പന്മാരൊക്കെ നടക്കുമായിരുന്നല്ലോ, ആ ഒരു സ്റ്റൈലിൽ ബ്രിസ്ക് വാക്കിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 30 minutes per day. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലേ? സോ ദാറ്റ് ഹെൽപ്സ്. അപ്പം നമുക്ക് മുട്ടുവേദനയാണ്, ആർത്രൈറ്റിസ് ആണ്, നമ്മൾ പയ്യെ തുടങ്ങുക. ജസ്റ്റ് ഫസ്റ്റ് ഒരു 10 minutes നടന്നു നോക്കുക. ദ സെക്കൻഡ് ഡേ മേ ബി ഒരു 12 minutes. You can gradually improve. So that helps. Actually in arthritis also the exercise is recommended. എക്സസൈസ് പിന്നെ ഇപ്പം മുട്ടുവേദനയാണ്, കാലുവേദന, ഒന്നാമത് നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യും. അപ്പം തന്നെ നമ്മുടെ നീസിനോത്തോട്ടുള്ള വെയിറ്റ് ബെയറിങ് അത് കുറയും. അപ്പം തന്നെ നമുക്കത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നും. സോ ഗ്രാജുവൽ ചേഞ്ചസ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഓക്കെ. ആൻഡ് നൗ ദ അതർ എലമെൻറ്റ് ഇസ് സോ എക്സസൈസ്. അവർ നമ്മൾ ഓൾസോ വി ക്യാൻ, ഇപ്പം പറ്റുന്നവർക്കാണെങ്കിൽ, കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ദേ ക്യാൻ ഡു ദ വിഗ്രസ് ആക്ടിവിറ്റി ഓൾസോ. ഇത് ഞാനിപ്പം പറഞ്ഞത് മോഡറേറ്റ് ആക്ടിവിറ്റിയാണ്. വിഗ്രസ് ആക്ടിവിറ്റി ക്യാൻ ഓൾസോ ബി ഡൺ, ലൈക്ക് ജോഗിങ്, അല്ലെങ്കിൽ നമ്മുടെ വിഗ്രസ് മസിൽ ഗ്രൂപ്പ്സിന് ഇൻറ്റൻഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഇപ്പം നിങ്ങളോട് പുഷപ്പ് എടുക്കണം അങ്ങനെയല്ല പറഞ്ഞത്, ചെറിയ രീതിയിലൊക്കെ നമുക്ക് എക്സസൈസസ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മളുടെ ഒരു ഇതിൽ നമുക്ക് ബാലൻസിങ് എക്സസൈസസ് ഓൾസോ വി ക്യാൻ ഡു. അതായത് ഈ ഹീലിൽ നിൽക്കുക, ടോയിൽ നിൽക്കുക, യെസ്, ദാറ്റ്. അപ്പം ബാലൻസിങ് എക്സസൈസസ് ആർ വെരി ഹെൽപ്ഫുൾ ഇൻ ദിസ് ഏജ്. നമുക്കത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ. ഇതിനെ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നതാണ് അതിനകത്ത് നല്ലത്. ആൻഡ് so next element is water. The Newstart in the W is water. Water, as you know, 8 glasses of water കുടിക്കണം. നമ്മൾ പണ്ട് തൊട്ടേ അറിയാം നമുക്ക്. Water is a major element. We cannot avoid water. അപ്പം they give so much importance for this water part. Okay. Except for water restriction, fluid restriction ഉള്ളവർക്കല്ലാതെ നമുക്ക് we hydrate ourselves and it helps in all the systems of the body. Okay. അതിനെപ്പറ്റി ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. വി നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. ആൻഡ് ദെൻ സൺലൈറ്റ് ഈ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇസ് സൺലൈറ്റ് വർത്ത് ഫോർ, ബിക്കോസ് 6 months നമുക്ക് വി ഡോണ്ട് ഹാവ് ദ സൺ മോസ്റ്റ്ലി. ആൻഡ് ഇറ്റ്സ് സെഡ് ദാറ്റ് 15 to 20 minutes നമ്മുടെ ആക്ച്വൽ സ്പൈനിന്, ഈ ആൾക്കാർ പോയി ബിക്കിനിയൊക്കെ ഇട്ടിട്ട് ബീച്ചിൽ കിടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അവരുടെ ആ സ്പൈനിൽ ദി ഗെറ്റ് ദ ഹോൾ സൺലൈറ്റ്. അപ്പം അതാണ് പറയുന്നത്, നമ്മുടെ മേജർ അത്രയും ബോണിലാണ് ഈ അബ്സോർപ്ഷൻ നടക്കുന്നത്. അങ്ങനെ വേണം എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ അത് പ്രാക്ടിക്കലല്ല, പക്ഷേ പറ്റുമെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പറ്റുമ്പോഴും 15 to 20 minutes ഓഫ് സൺ ഇസ് ഗുഡ്.
പിന്നെ വിത്ത് സൺസ്ക്രീൻ ഓർ വിതൗട്ട് സൺസ്ക്രീൻ. ദ തിങ് ഈസ് വി നീഡ് സൺലൈറ്റ്. അത് ഓൾസോ ഇറ്റ്സ് എ മൂഡ് സ്റ്റെബിലൈസിങ് തിങ്. ഓക്കെ, ഏറ്റവും കൂടുതൽ നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നത് വൈറ്റമിൻ ഡി ആണ്. വി നോ ദാറ്റ്, റൈറ്റ്? സോ ദ വൈറ്റമിൻ ഡി ഇവിടെ നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാത്ത മോസ്റ്റ് പീപ്പിൾ ആർ നോട്ട് ദെയർ. എല്ലാവരും എടുക്കുന്നുണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ്. സോ ദിസ് വി ക്യാൻ use the sunlight whenever it is possible. The summer months, some of the spring days, we can use that. നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിലും we can make use of it. Okay, and ഇനിയാണ് ഒരു കാര്യം, ടെമ്പറൻസ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്കൊരു ഡിസിപ്ലിൻ വേണം. അതായത് നമ്മളിപ്പോൾ ഒരു ലൈഫ് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നമ്മൾ ഒത്തിരി ടാബ്ലറ്റ്സിൽ ഡിപ്പെൻഡ് ചെയ്യാതെ, ഒത്തിരി ഫിസിഷ്യൻ വിസിറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ വിചാരിക്കുകയാണ് വി ഹാവ് ടു ചേഞ്ച് എന്നുള്ളത്. ആദ്യമേ നമ്മളത് വി നീഡ് ടു ടീച്ച് അവർ മൈൻഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡൂ ദിസ്. അതാണ് ആ ഒരു ഹാബിറ്റ് ഫോർമേഷൻ, ഒരു ടെമ്പറൻസ് വേണം. അതായത് നമ്മളെ ഒരു ഡിസിപ്ലിനിലോട്ട് നമ്മൾ പോവുക. സോ ദേ സേ ദാറ്റ് ഇറ്റ് ടേക്സ് 21 days. സോ ദിസ് Newstart പ്രോഗ്രാം ഇസ് ആക്ച്വലി 18 to 21 days ആണ് അവർ യൂണിവേഴ്സിറ്റിയിൽ ഇത് ചെയ്യുന്നത്. സോ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ഓൾസോ വി ക്യാൻ ഗീവ് എ മന്ത്, ലൈക്ക് in 21 days we can form a habit. അപ്പം നമ്മളിപ്പം വിചാരിക്കും ഇന്ന് രാവിലെ തൊട്ട് ഞാനിത് ഒരു 10 to 15 minutes ഞാൻ എക്സസൈസ് ചെയ്യും എന്ന് വിചാരിച്ചാൽ വി നീഡ് ടു റിമൈൻഡ് us every day that it is a routine. We need to do this. Don't look at me, I don't do that, but the thing is I want to do that. So the thing is we can stick on to these things. നമുക്ക് കഴിയുന്നത് നമുക്ക് നോക്കാം. ഒരു ദിവസം ചെയ്യുമായിരിക്കും, 2 ദിവസം ചെയ്യുമായിരിക്കും. ട്രെഡ്മില്ലിൽ തുണി ഉണങ്ങാൻ ഇടാത്ത ആരും ഇല്ലല്ലോ ഇവിടെ, അല്ലേ? സോ വി നോ ദാറ്റ്. സോ നമുക്ക് അതിനാണ് ഇവർ സയൻറ്റിഫിക്കലിയൊക്കെ പറയുന്നത് റിമൈൻഡർ, റുട്ടീൻ, റിവാർഡ് എന്നൊക്കെ. നമ്മൾ സ്വന്തമായിട്ട് റിവാർഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം കണ്ണാടി നോക്കിയിട്ട് നമ്മൾ പറയണം, ഓക്കെ യു ആർ ബെറ്റർ നൗ, യു ക്യാൻ ഡു ബെറ്റർ ടുമോറോ എന്ന് സ്വന്തമായിട്ട് റിവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. So that is helpful actually. That's a boosting thing. That's a positive energy. അപ്പം temperance is very important for all these things to work. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ this thing is very very important. So ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ എണീറ്റ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇന്ന് രാവിലെ ഞാൻ എണീച്ച് ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 15 minutes എക്സസൈസിന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ടു ഡു സം ആക്ടിവിറ്റീസ് വിച്ച് വി ലൈക്ക്. അപ്പോൾ അത് ഒരു റുട്ടീനാവും. അത് ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിമൈൻഡറാണ്. ആൻഡ് ദെൻ വി ഗെറ്റ് ഇൻ ടു എ routine, and then we can reward ourselves in the evening or something like okay, I did this, so okay, maybe I'll go for a walk, or I'll go to, not shopping is very healthy, but still okay, get something for yourself. That is in itself a happy thing, right? So this is focusing on all of this is based on this temperance. Okay, and now the other element, air എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ എയർ എല്ലായിടത്തും ഉണ്ടല്ലോ, എയർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, ശരിയാ. പക്ഷേ ഇത് തിങ് ഈസ് നമുക്കറിയാം, നമുക്ക് പ്രായം കൂടി വരുന്നതോറും നമുക്ക് നടക്കാൻ പറ്റത്തില്ല. നമുക്ക് 10 ചോട് നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ. ഡീപ് ബ്രീത്തിങ് എക്സസൈസസ് are proven to be so helpful in even restrictive lung disease patients. So നമുക്ക് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ റിലീസ് ചെയ്യണം. അതായത് പേഴ്സ് യുവർ ലിപ്സ് ആൻഡ് ദെൻ റിലീസ് ഇറ്റ് സ്ലോലി. സോ ദിസ് ഈസ് സോ ഹെൽപ്ഫുൾ ഇൻ ഇൻഫ്ലേറ്റിംഗ് യുവർ ലങ്സ്. നമ്മുടെ ലങ്ങിൻ്റെ ഡീപ്പർ ആൽവിയോളൈനെ എല്ലാം തുറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് 3 to 5 times a day ഇത് ചെയ്ത് കഴിഞ്ഞാൽ the ideal thing is you go out for a walk early in the morning in the sunlight and you do this exercise. This is very helpful. ഞാൻ യോഗയുടെ പ്രൊമോട്ട് ചെയ്യുവല്ല, പക്ഷേ the thing is this deep breathing exercise in itself is a medically proven thing. It's a scientifically proven thing. അപ്പം it is so helpful for us. So okay, fresh air every day. Actually they say that ബീച്ചിൻ്റെ ഒക്കെ അടുത്ത് താമസിക്കുന്നവർ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ബിക്കോസ് നെഗറ്റീവ് അയോൺസ് ഉണ്ട്. ബീച്ചിൻ്റെ എയർ, സോൾട്ടി എയർ ഇസ് ഹെൽപ്ഫുൾ എന്നുള്ളതാണ് ഒരു കൺസെപ്റ്റ്. പക്ഷെ നമുക്കിപ്പോൾ അത് പറ്റത്തില്ല. സോ വി ഡു അറ്റ്ലീസ്റ്റ് നമുക്കൊരു 3 to 5 times we can do this. Okay, and rest. See, in American life rest is a taboo. No one rests, everyone works every time. So they say that actually 8 hours at least of rest and sleep is much intended.
ആൻഡ് ഇവിടെ കെഫെയിനോ ആൽക്കഹോളോ നിക്കോട്ടിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ കോഫി അഡിക്ട്സ് ആണ്. അപ്പം ഒരു ഈവനിങ് ടൈം കഴിഞ്ഞാൽ കോഫിയൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, അതായത് ഒരു നല്ല പാറ്റേൺ ഓഫ് സ്ലീപ്പിന് നമുക്ക് ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ കേട്ടോ. കാരണം ബിക്കോസ് അവോയ്ഡിങ് കെഫെയിൻ ഇസ് എ മസ്റ്റ് തിങ്. And the last slide goes to trust in God that I give to Dr. Alvin. He'll talk much about that. The Newstart in the last T is the trust in higher power that we know. And it says that I can do all things through Christ who strengthens me. You guys know better than me about this portion. We trust in the higher power. We trust in God. So that's all. Okay. I'll give this next session to Dr. Alvin. I hope you are not bored. Okay, thank you. Thank you, Princey, for this very informative session. പണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഒരു സീനിയർ സർജന് ഭയങ്കര മാനസിക വിഷമം ഉണ്ടായി. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞ് ഇന്നലെ എൻ്റെ ഭാര്യ എന്നെ അടിച്ചെന്ന്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഇവർ രണ്ടുപേരുടെയും ചെറിയ പേരാണ്. ഇപ്പം നമ്മൾ ഈ ടിനു ടീന എന്നൊക്കെ പറയുന്നത് ചെറിയ പേരാണ്. ഇപ്പം വൈഫിൻ്റെ പേരും പുള്ളി ഒരു ചെറിയ പേരാണ്. അപ്പോൾ വൈഫ് ഉറക്കത്തിൽ കിടന്ന് OPD-യിലെ സ്റ്റാഫിൻ്റെ പേര് വിളിച്ചു. കാരണം സ്ഥിരമായിട്ട് അവരെ ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുന്നത് ഇങ്ങനെ സ്റ്റാഫ് പുറത്തൊക്കെ ആയിരിക്കുമ്പോഴോ പേഷ്യൻ്റ് വന്നിരിക്കുമ്പോഴോ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴോ ഒക്കെ. അപ്പം ഈ വൈഫിൻ്റെ പേര് ചെറിയ പേരായതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യും അറിയാതെ. ആൾക്കാരെ സ്വിച്ച് ചെയ്യുന്നില്ലെങ്കിലും പുള്ളിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പോൾ വൈഫ് ഉറക്കത്തിൽ വിളി കേട്ട് സഹിക്കാൻ വയ്യ എഴുന്നേറ്റ് ഒറ്റടി കൊടുത്ത്. ചില അച്ചായന്മാർ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറയും, എടാ ഇവളുടെ പേരെന്തുവായിരുന്നു? നമ്മൾ ഈ ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, റുട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചില ഡേറ്റ, ചില ഇൻഫർമേഷനൊക്കെ നമുക്ക് മറന്നു പോകും. അതിൻ്റെ കൂടിയൊരവസ്ഥയാണ് ഭാര്യയുടെ പേര് മറന്നു പോകുക. രാവിലെ എഴുന്നേറ്റ് ചേട്ടാ ഈ എന്തരവളുടെ പേരെന്തുവായിരുന്നു? അങ്ങനെ ഇച്ചിരി ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഓർത്തോണം. നമുക്ക് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന ചില ഫോൺ നമ്പർ, ചിലപ്പോൾ പാസ്വേഡ് 3 മാസത്തിനുള്ളിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ടെമ്പിളിൽ ഒരു 3-4 മാസം ആകുമ്പോൾ നമ്മുടെ ഈ പാസ്വേഡ് മാറ്റാൻ പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് ഒന്നിൽ ആ ഡേറ്റ ആരും എടുക്കാതിരിക്കാൻ, രണ്ടാമത് നമ്മളുടെ മെമ്മറി ഒന്ന് റീവാം ചെയ്യാൻ വേണ്ടി കൂടെ. കാരണം വേറെ ആരും സ്റ്റീൽ ചെയ്യാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതിനൊരു കിക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഇങ്ങനെ മറന്നു പോയാൽ ഓർത്തോണം ഏകദേശമൊക്കെ തീരുമാനമായി നമ്മുടെ കാര്യം. അച്ചായനോട് പറയണം. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളതിനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പറയണം അച്ചായ എനിക്ക് പറയാനുള്ള കാര്യം ഏകദേശം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയും. നമ്മുടെ ഹെൽത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ നിങ്ങളത് ഒരു സംശയം ഉണ്ടാകരുത്. മെൻ്റൽ ഹെൽത്തും മെൻ്റൽ ഇൽനെസ്സും. മെൻ്റൽ ഇൽനെസ് എന്ന് പറഞ്ഞാൽ പിരാന്ത്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രാന്ത്, വട്ട്, അത് മെൻ്റൽ ഇൽനെസ്സാണ്. അത് പല ടൈപ്പിലുണ്ട്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അത് നമ്മളുടെ ഒരു മാനസിക ആരോഗ്യം എന്നാണ് പറയുന്നത്. മെൻ്റൽ ഇൽനെസ് ആ ഒരു ആരോഗ്യത്തിൻ്റെ സ്ഥിതി നമുക്ക് ഇല്ലാതായെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന വട്ടിലോട്ട് മാറുന്നത്. അപ്പം ഹെൽത്തിൻ്റെ ഒരു ഇനിഷ്യൽ കമ്പോണൻ്റാണ് പ്രിൻസി ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഡയറ്റ് നമ്മൾ കേന്ദ്രീകരിക്കുക, പിന്നെ നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാവുക, നമ്മൾ പ്രായമായി വരികയാണെന്നുള്ളതിൻ്റെ ഒരു അവബോധം, ഒരു ഇൻസൈറ്റ് നമുക്ക് തന്നെ ഉണ്ടാകുക, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വരുത്തുക. നമ്മളുടെ മുഖം മാത്രമല്ല നമ്മുടെ ശരീരം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ മുഖത്ത് ആണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ഒരു ഓൾ ടുഗദർ നമ്മളുടെ ആരോഗ്യമുള്ള ഒരു ശരീരമാണെന്നും അതിൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കുക ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ 2018 കാരിത്താസ് ഹോസ്പിറ്റലായിരുന്നപ്പം അമൃതയിലൊരു CMEക്ക് പോയി, കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒരു സെമിനാറിന് പോയി. അപ്പോൾ സെമിനാറിന് ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെമിനാറിന് പോകുന്നത്. സാധാരണ നമ്മൾ ഈ സർജിക്കലിയോ വർക്ക്ഷോപ്പുകളോ അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ചെന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഏകദേശം പകുതി വട്ടനാണെന്ന്. കാരണം അത് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്ട്രെസ്സ്, നമ്മുടെ ആൻസൈറ്റി, അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് എൻ്റെ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളുമായിട്ട് ഇത് ഭയങ്കരമായിട്ട് കോൺട്രാഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ആൻസൈറ്റിയെ പറ്റി നമ്മൾ പറയുന്നത് നമ്മളുടെ ആൻസൈറ്റി നമ്മളുടെ സമൂഹത്തിലൊരു സിന്നാണെന്നുള്ള ഒരു കൺസെപ്റ്റുണ്ട്. ഒരുപാട് വിചാരങ്ങൾ, നീ ഒരു പാപി ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനൊരു തോന്നൽ. അങ്ങനല്ല. ആൻസൈറ്റി ഒരു സിന്നല്ല, അതൊരു കോംപ്ലക്സ് മെഡിക്കൽ ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഇനി അതിൻ്റെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിനെ സിൻ എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ആൻസൈറ്റി ചില സിന്നിലോട്ടൊക്കെ നയിക്കും. അത് ശരിയാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പ്രിക്കർസർ എന്ന് വേണമെങ്കിൽ പറയാം, ഇതിന് മുമ്പായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനൊരു ചെറിയ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു സെക്കൻഡ്. എല്ലാവരും തലയും കൈയൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ശരിയായിക്കുക. ഓക്കെ, എല്ലാവരും കൈ ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഇങ്ങനെ ഇതൊരു കോഗ്നിറ്റീവ് എക്സസൈസാണ്. ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ ശക്തമായിട്ട് കൈയടിക്കണം. ഓക്കെ, വളരെ ശക്തമായിട്ട് കൈയടിക്കണം. റെഡി? എല്ലാവരും റെഡി അല്ലേ? 1, 2, 3. വരുന്നു. ഞാൻ പറഞ്ഞത് 1, 2, 3 എന്ന് പറയുമ്പം കൈയടിക്കാനാണ്. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അതന്നെ, കേൾക്കുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നും. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഒന്നും വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മളിത് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു കോഗ്നിറ്റീവ് ഇതായിരുന്നു. ഇപ്പം പ്രിൻസി പറഞ്ഞു Newstart, NEWSTART. ഓരോ വേർഡിനും ഓരോരോ ഡീറ്റെയിലായിട്ട്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ സീനിയർ സർജൻ അടികൊണ്ട അവസ്ഥയും അച്ചായന്മാർ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പേര് മറന്നു പോകുന്ന അവസ്ഥയെല്ലാം മൈൽഡർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ് പ്രിൻസി ആദ്യം പറഞ്ഞത്. ചടുലമായി നടക്കുക, കൈവീശി ചടുലമായി നടക്കുക. ചടുലമായി അവർ പറയുന്നത് ഇത്ര മിനിറ്റ് ഉണ്ടെങ്കിലും ഈ മൈൽഡർ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് തുടങ്ങുന്ന ആൾ ഒരു ദിവസം ഒരു 3 മിനിറ്റെങ്കിലും നടക്കണമെന്ന്. അപ്പം നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഡോർ വരെ എത്ര ഫീറ്റ് ഉണ്ടെങ്കിലും അത് നല്ല ചടുലമായിട്ടങ്ങ് നടന്നാൽ മതി. നടുക്ക് പിള്ളേർ വെള്ളം കോരി ഒഴിച്ചിട്ട് നടുവും തല്ലി വീണിട്ട് ഇനി എന്നെ വന്ന് കുറ്റം പറയാൻ. അപ്പം ചടുലമായി നടക്കുന്നത് നമ്മളുടെ ഈ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റിനെ വലുതാക്കും, കൂട്ടും. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളെ ബെവിൻ, ക്യാൻ യു മൂവ് ടു ദി സ്ലൈഡ്? അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡെഫിനിഷനൊക്കെ ഉണ്ട് ഇതിന്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായി എന്തെങ്കിലും അസുഖങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല. എന്ന് പറഞ്ഞാൽ വട്ടോ ഭ്രാന്തോ സംശയത്തിൻ്റെ പ്രശ്നങ്ങളോ ഇതൊക്കെ മെൻ്റൽ ഇൽനെസ്സുകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ മാത്രമല്ല. അതൊരു നമ്മളുടെ പൊട്ടൻഷ്യൽ, എനിക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ ശാരീരികവും മാനസികവും സാമുദായികവും ഒക്കെ ആയിട്ടുള്ള സന്തോഷങ്ങൾ, ഇതിനെല്ലാം കൂടെ എനിക്ക് സാധാരണ രീതിയിലുണ്ടാകുന്ന വിഭ്രാന്തികളിലും സ്ട്രെസ്സിലും ആൻസൈറ്റിയിലുമെല്ലാം ഓവർകം ചെയ്ത് നിലനിർത്താൻ പറ്റുന്നതാണ് മെൻ്റൽ ഹെൽത്ത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എൻ്റെ സന്തോഷം, എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം, എൻ്റെ ചർച്ചിൻ്റെ സന്തോഷം, എൻ്റെ സൊസൈറ്റിയുടെ സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിർത്താൻ സ്വാഭാവികമായി വരുന്ന സ്ട്രെസ്സ്. 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമെന്ന് 8:30 ചെന്നാൽ ഐറിഷ് അമ്മച്ചി ചീത്ത വിളിച്ചൊരു പരിവാക്കി. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇന്നത്തെ ദിവസമേ പോയി. അന്നേരമാണ് വീട്ടിൽ നിന്ന് വരുന്നത്, എടീ കൊച്ചിന് പനിയാണ്, എന്ത് ചെയ്യണം? എന്തെങ്കിലും എടുത്ത് അതിൻ്റെ അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കും മനുഷ്യൻ. അപ്പം സ്ട്രെസ് ഈസ് ആക്ച്വലി നമ്മളത് മൗണ്ട് ചെയ്യിക്കുക, റെസിപ്രോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത് ഈ ഐറിഷ് അമ്മച്ചിയെ പിന്നെ കണ്ടാൽ നമ്മൾ മൈൻഡ് ചെയ്തില്ല. അവർ എന്ത് പറഞ്ഞാലും ഓക്കെ, അവരന്നേരേ വിട്ടു. ലേറ്റായിട്ട് വന്നപ്പോഴും അന്നേരേ വിട്ടു. എടാ നീ ഇത് സ്ഥിരമായിട്ട് ലേറ്റായിട്ടോ, എന്തുവാണ്, ബ്രൗൺ പീപ്പിൾ ആർ ഓൾവേസ് ലേറ്റ്, വൈ യു ആർ ഡൂയിങ് ദിസ്? അപ്പോൾ നമ്മൾ ഇവർ റേസിസ്റ്റാണ്, ഇവർ ശരിയല്ല, ഇവരിനി നോക്കുകയോ ചെയ്യരുത്. അന്നത്തെ ദിവസം അവരെന്ത് പറഞ്ഞാലും യെസ്, ഐ ക്യാൻ ഡു, അവരെ പിന്നെ നോക്കത്തില്ല. പിന്നെ നമ്മുടെ വർക്കൊക്കെ ഇതായി. അതിൻ്റെ ഇടയ്ക്കാണ് അച്ചായൻ വിളിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും പാവപ്പെട്ട അച്ചായൻ
നമ്മളിത് അതിൻ്റെ ആ ഒരു നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വാഭാവികമായ സ്ട്രെസ്സിൽ നിന്നൊക്കെ നമ്മളുടെ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ടല്ല, എന്നാൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. അടുത്ത സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. എന്താണ് മെൻ്റൽ ഹെൽത്ത്? ആ കൊച്ചിൻ്റെ നിൽക്കുന്നുണ്ട്, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചിങ്ങനെ വളരെ കാര്യമായിട്ടിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു നമുക്ക് വേണമെങ്കിൽ ഒരു ഡിമണെന്നോ നമ്മളുടെ തോട്ടെന്നോ നമ്മളുടെ എന്ത് വേണമെങ്കിലും എന്ന് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ഇത് എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെങ്ങനെയാണ് ചിന്തിക്കുന്നത്. രണ്ടാമത്തേത് നമ്മളെ തന്നെ ഈ ചിന്തകളുമായിട്ട് എങ്ങനെയാണ് നോക്കുന്നത്. മൂന്നാമത്തേത് നമ്മൾ ഈ ചിന്തകളൊക്കെ വന്നതിന് ശേഷം നമുക്കുണ്ടാകുന്ന ചില ഓപ്ഷൻസ്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന ചില വ്യതിയാനങ്ങൾ. അപ്പം ഇപ്പോൾ അവർ ചിലപ്പോൾ ഒരു ബാഡ് തോട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓടിപ്പോകാനോ അല്ലെങ്കിൽ റൺ അവേ, ഗോ അവേ, യു ആർ നോട്ട് വർത്തി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതേപോലെ നിൽക്കണം, നോ ഇല്ല, ഇല്ലടാവേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കണം, ചങ്കൂരത്തോടെ നിൽക്കണമെന്ന് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് കളയാതെ നിൽക്കണം. അപ്പോൾ ഇതൊരു 3 കാര്യങ്ങളുടെ അടുത്ത സ്ലൈഡ് നോക്കും. ഇതൊരു 3 കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളെന്താണോ നമുക്ക് അനുഭവപ്പെടുന്നത്, മൂന്നാമത്തേത് നമ്മളെങ്ങനെയാണ് ഇതിനോട് ആക്ട് ചെയ്യുന്നത്. ഇത് ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്. ഒന്ന് നമ്മുടെ ചിന്ത, ഒന്ന് നമ്മളുടെ അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യം, രണ്ടാമത്തേത് നമ്മളെങ്ങനെയാണ് അതിനോട് ചേർന്നിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ തിങ്ക് എന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ഫങ്ഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗദ്ധികപരമായ നമ്മളുടെ ചിന്തകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ആശയങ്ങളാണ് ബൗദ്ധികപരമായ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളത് കൂടുതലും. മറ്റേത് നമ്മളെ ഫീൽ എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു നമ്മളുടെ ഒരു സെൻസറി ഇമോഷണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബിഹേവിയറാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത്തെ നമ്മളിപ്പോൾ ചിന്തിക്കും, കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടും. നല്ല ചിന്തകളും വരും, ചീത്തയായിട്ടുള്ള ചിന്തകളും വരും. അതിനെ കൂടെ ചേർന്നിട്ട് നമ്മളുടെ ലൈഫിൽ കുറച്ചധികം ഫീലിങ്സും വരും. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, ബിരിയാണിയുടെ ആ ഒരു മണം കേൾക്കുമ്പം തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ നേരത്തെ നല്ല ബിരിയാണികൾ കഴിച്ചിട്ടുള്ള ആദാമിൻ്റെ ചായക്കടയിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുള്ളവർ നാട്ടിൽ, അല്ലെങ്കിൽ കോഴിക്കോടുള്ള റഹ്മത്തിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുള്ളവർ. അപ്പോൾ ഇതിലെ കൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചീത്ത ബിരിയാണിയുടെ സ്മെല്ല് വന്നാലും പെട്ടെന്ന് റഹ്മത്തിൻ്റെ ആ ഒരു ഓർമ്മ വരും. ഞാനന്ന് കോഴിക്കോടായിരുന്നപ്പം റഹ്മത്തിൽ ഇടിവെച്ച് അവരുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇടിവെച്ച് പോയി ബിരിയാണി കഴിച്ച് അതിൻ്റെ ഒരു ഫീല് നമ്മളെ ഇത് ചെയ്യും. ഇപ്പോൾ എന്ത് കാര്യങ്ങളും നമുക്കൊരു പ്രത്യേക നമ്മളുടെ ചിന്തകളിൽ നമുക്കൊരു ഫീലിംഗ് അക്യുമുലേറ്റ്. അതിനുശേഷം നമ്മൾ ചില ആക്ഷൻസ് എടുക്കും. അതിൻ്റെ ശേഷമുള്ള ആക്ഷൻ ചിലപ്പം നമ്മുടെ റെഡ് ലൈറ്റ് നമ്മൾ വയലേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിരിയാണി നമ്മൾ അറിഞ്ഞില്ല ചിലപ്പോൾ റെഡ് ലൈറ്റ് വയലേഷൻ. അതല്ലെങ്കിൽ അച്ഛനോട് പറയുന്നത് നമുക്കിന്നൊരു ബിരിയാണി മേടിക്കാമെന്നായിരിക്കാം. അതല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ സ്വാഭാവികമായൊരു ബിരിയാണി ഉണ്ടാക്കുന്നതായിരിക്കും. ഇതെല്ലാം വരുന്നത് ആ ഒരു ചെറിയ ഒരു തോട്ടിന് ശേഷമാണ്. അപ്പം ഞാനിത് വളരെ സിംപ്ലിഫൈഡായിട്ട് പറഞ്ഞെങ്കിലും എന്നെ അവൾ നോക്കി ഹുമ്മെന്ന് വെച്ചെന്ന് പറയും. നമ്മൾ ചിലപ്പോൾ പറയുന്നത് അയൽവക്കത്തെ ഞങ്ങളുടെ അമ്മ സ്ഥിരമായിട്ട് പറയുന്നത് അവൾക്ക് ഭയങ്കര ജാടയാണ്. അപ്പോൾ അവൾ നമ്മളിങ്ങനെ നോക്കി എന്ന് വെച്ചെന്ന് ഇങ്ങനെ തലയങ്ങ് വെട്ടിച്ച് ഹുമ്മെന്ന് വെച്ചെന്ന്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ആ ഒരു ചെറിയൊരു തലതിരിക്കലിന് ഒരുപാട് അർത്ഥമുണ്ടെന്ന് നമ്മൾ പറയും. ഒരുപാട് തലങ്ങളുണ്ട് അതിന്, അത് നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന. അപ്പോൾ ഏതോ ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിന്തിക്കുന്ന ആളല്ല ഞാൻ, നിങ്ങൾ ചിന്തിക്കുന്ന ആളുമല്ല ഞാനെന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായല്ലോ? ഇല്ല അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന അൽവിനല്ല ഞാൻ, ഇനി ഞാൻ വിചാരിക്കുന്ന അൽവിനും അല്ല ഞാൻ. പക്ഷെ ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന ആളാണ് അൽവിൻ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി ആൾക്കാർ ഇല്ലെങ്കിൽ സമൂഹം ഇങ്ങനെയാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഫെയ്ത്ത് അമ്മാമയെ പറ്റി നമ്മുടെ സൂസൻ അമ്മാമ എന്നെപ്പറ്റി അമ്മാമ ഇങ്ങനെയാണ് വിചാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ആക്ച്വലി അങ്ങനെ വിചാരിച്ചിട്ട് പോലും കാണില്ല. ഇല്ലെങ്കിൽ തിരിച്ചും അമ്മാമ വിചാരിക്കും ഫെയ്ത്ത് എന്നെപ്പറ്റി ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. അതായത് നമ്മളുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. കാരണം ഇതിൻ്റെ പുറകിലൊരു വലിയ
സയൻറ്റിഫിക് കാര്യങ്ങൾ വരും. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഇപ്പം സെൻട്രൽ സിറ്റിയിലൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ചിന്തകളായിരിക്കും വരുന്നത്. കണക്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ അങ്ങ് പോകും. അത് വളരെ ഇതായിട്ട് പോകും. അതിൻ്റെ സങ്കീർണത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റില്ല. ചിന്തകൾ മാത്രം നമ്മൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ചിന്തകൾ ഫീലിംഗ് അറിയത്തില്ല, പക്ഷേ അതിൻ്റെ ആക്ഷൻ നമുക്ക് ചിലപ്പോൾ ഇതായിട്ട് വരും. അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പോൾ ഈ പടത്തിനകത്ത് കാണിച്ച ഒരുപാട് പ്രശ്നങ്ങൾ തലയിലേക്കകത്തും ഒക്കെ ഇരിക്കുക. എന്നാലും ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം ഐ എം ഫൈൻ, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറയും. അപ്പം ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ക്യാരക്ടർ, ഒരു ഹെൽത്തി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഭയങ്കര കംഫർട്ടബിളായിരിക്കും. അത് കംഫർട്ടബിൾ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വേർഡ് മീനിങ് അല്ല, അത് വളരെ ഡെപ്തായിട്ടുള്ളൊരു മീനിങ്. കംഫർട്ടബിളായിരിക്കും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ മെൻ്റലി ഹെൽത്തി ആയിരിക്കുന്ന ഒരാൾ അയാളൊരു സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കും. സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബൗണ്ടറി മനസ്സിലാക്കുന്നതാണ് സെൽഫ് റെസ്പെക്റ്റ്. കാരണം അവൻ നമ്മളെ കയറി നമ്മളുടെ രീതികളിൽ വ്യത്യാസപ്പെടുത്താനും അവൻ്റെ രീതികളിൽ നമ്മൾ വ്യത്യാസപ്പെടുത്താതിരിക്കാനുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൗണ്ടറിയൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് സെൽഫ് റെസ്പെക്റ്റ്, അതെന്ന് പറഞ്ഞാൽ എന്നെ മറ്റൊരാളുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടാൻ ഞാൻ തന്നെ ശ്രമിക്കാതിരിക്കുന്ന ഒരു രീതിയാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒരു പേഴ്സണൽ കെയർ ഒക്കെ ഉണ്ട്. കാരണം നമ്മളിപ്പം ചർച്ചിലൊക്കെ വരുമ്പോൾ എല്ലാവരും വളരെ നന്നായിട്ടൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മുടെ പാസ്റ്റർ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, ചർച്ചിൽ വരുമ്പോൾ എല്ലാവരും വളരെ ഡിസിപ്ലിൻ, വെൽ ഓറിയൻറ്റഡ്, അതൊരു നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെ വേണ്ട എന്നല്ല, ഇറ്റ്സ് എ ഗുഡ് തിങ്. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു ആളാണ്, വേറൊരു ചായൻ ക്ഷിപ്രകോപിയായ ദുർവാസാവും നമ്മൾ ഒരു മാടപ്രാവുമായിരിക്കും. പക്ഷേ ചിലപ്പം തിരിച്ചാകാറുമുണ്ട്. ക്ഷിപ്രകോപിയായ എന്താ പറഞ്ഞ അമ്മാമ്മയും മാടപ്രാവായ അച്ചായനും ആകാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക്, ഞാനിതിനെ ഇങ്ങനെ പറയുന്നെങ്കിലും ഇതൊന്നുമല്ലാത്ത നമുക്ക് തന്നെ അറിയാവുന്ന നമ്മളുടെ പേഴ്സണൽ കെയറോ സെൽഫ് റെസ്പെക്റ്റോ ഇല്ലാത്ത അവസ്ഥകൾ നമുക്കുണ്ടാകാറുണ്ട്. പിന്നെ നമ്മളുടെ രണ്ടാമത്തെ കാര്യം, നമ്മളുടെ കഴിവുകളോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറ്റിയുള്ള നമ്മളുടെ ഒരു അഡിക്വേറ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഡു, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് ഓവർ സ്മാർട്ട്നെസ്സാണ്. എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് സ്മാർട്ട്നെസ്സാണ്. എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് വലിയൊരു മനഃശാസ്ത്രജ്ഞൻ്റെ വാക്കുകളാണത്. ഇനി രണ്ടാമത്തത്, നമ്മൾ മറ്റുള്ളവരുമായി ഒരു ഫീൽസ് റൈറ്റ്, ഇത് ഈ മെൻ്റലി ഹെൽത്തി ക്യാരക്ടേഴ്സ് ഉള്ളവരുടെ ഇതാണ്. ഫീൽസ് റൈറ്റ് ടുവേർഡ്സ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ ആ പറയുന്ന ആൾ, ആ ഇൻഡിവിജ്വലിൻ്റെ ഫീലിങ്സ് ഒക്കെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ സഭകളിൽ സാധാരണ രീതിയിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കൊച്ചു പെൺകുട്ടികളൊക്കെ അവർക്കുണ്ടാകുന്ന ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ, സെക്ഷുവൽ അങ്ങനെയുള്ള സ്ട്രഗിൾസൊക്കെ നമ്മളോട് ഒന്ന് ഷെയർ ചെയ്യാൻ അവർ മടിക്കും. എന്തുകൊണ്ടാണത്? പെൺകുട്ടികളും ആൺകുട്ടികളും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമെങ്കിലും നമ്മളത് ലീക്ക് ചെയ്യും. നമ്മളത് ലീക്ക് ചെയ്യുന്ന മാത്രമല്ല, അറിഞ്ഞോ ആ കൊച്ച് അവൾക്ക് ഇങ്ങനെ, അവൾ ഭയങ്കര പ്രശ്നത്തിലാണ്. നമുക്ക് എന്താ വെച്ചാൽ ഒരാളുടെ കൂടെ നമ്മളൊരു ഡിപ്പെൻഡിങ് ഒരു സ്രോതസ്സായിട്ട് നിൽക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കത്തില്ല. കാരണം ഇതിനകത്ത് ഞാൻ ഈ ചർച്ച് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ എടുത്തു പറയാൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പല കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള അകലവും വളരെ കുറവായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെപ്പറ്റി മറ്റൊരു വ്യക്തിക്കും പൂർണ്ണമായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാതെ ഇരിക്കും. ഇനി നാലാമത്തത്, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ നമ്മൾ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഇതാണ് ഈ 3 കാര്യങ്ങളുള്ള ആളാണ് മെൻ്റലി ഹെൽത്തി. മറ്റുള്ളവരുമായിട്ടുള്ള നമ്മളുടെ റിലേഷൻ എങ്ങനെയാണ്, നമ്മൾ തന്നെ എങ്ങനെയാണ് കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റ് ചലഞ്ചുകളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, ഇതിനകത്തെല്ലാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വാഭാവികമായ നമ്മുടെ ഇമോഷണൽ ഒരു ഓവർവെൽമിങ് സിറ്റുവേഷനൊന്നും ഇല്ലാതെ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്തിൻ്റേത്. അടുത്ത സ്ലൈഡ് നോക്കാം.
അൺഹെൽത്തി ക്യാരക്ടേഴ്സ്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഞാനത് കൂടുതൽ പറഞ്ഞു. കൺസിസ്റ്റൻറ്റ് സ്ട്രെസ്സ്, അതായത് നമ്മൾ എന്ത് കാര്യങ്ങളിലും നമ്മളൊരു ആകുല ചിന്ത. ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് എന്ത്, ഒരു മുഴം പോലും നിനക്ക് കൂട്ടാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് ആകുല ചിന്തകളൊന്നും വേണ്ട, ഞാൻ തന്നെ കരുതുന്ന ദൈവം എന്നൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വളരെ സ്ട്രെസ്സും ഒരു എന്താ പറയുക നെഗറ്റീവ് തോട്ട്സും ഒക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് നമ്മൾ. കാരണം ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ നമ്മളുടെ നടക്കാതെ പോയിട്ടുള്ളതും നടന്നതും എന്നാൽ കൂടുതൽ വീണ്ടും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരുപാട് അവസ്ഥകളൊക്കെ നമുക്കുണ്ട്. രണ്ടാമത്തേത് സ്ലീപ്പിംഗ് ഇഷ്യൂ. അപ്പോൾ ഇതിനെ നിങ്ങൾ ഒരു ചെറിയ കാര്യമായിട്ട് കാണരുത്. സ്ലീപ്പിംഗ് ഇഷ്യൂ, ചിലവർ പറയും ഞാനൊരു 4 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ, പക്ഷേ നിങ്ങൾക്ക് സയൻറ്റിഫിക്കലി അറിയാമായിരിക്കുമല്ലോ, നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ്, ഇതിനകത്തൊരു ക്വാളിറ്റി പീരീഡുണ്ട്. അതായത് നിങ്ങളുടെ സ്ലീപ്പ് ഓൺസെറ്റും സ്ലീപ്പിൽ തുടർന്നു പോകുന്ന അവസ്ഥയും പിന്നെ അതിൻ്റെ ഒരു ഡീപ്പർ സ്ലീപ്പ് ടൈമും, അത് എനിക്കൊരു ചെറിയ ജലദോഷം ഉണ്ടാവുകൊണ്ടാണ് ഇടയ്ക്ക് ഇച്ചിരി വെള്ളം. നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ഓൺസെറ്റ് താമസിച്ചാൽ നിങ്ങളുടെ ക്വാളിറ്റി, ടെക്സ്ചർ ഓഫ് ദ സ്ലീപ്പ് അത് കുറയും. നിങ്ങൾക്കറിയാമല്ലോ അത്. കാരണം ഇപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുകയാണ്, ഞാനൊരു 4 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളൊരു 12 മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ നമ്മളുടെ ഓൺസെറ്റ് തുടങ്ങുന്ന സമയം ചിലപ്പോൾ ഒരു 1:30 അപ്പോൾ 1:30 തൊട്ട് നിങ്ങളൊരു 5 മണിക്ക് എഴുന്നേറ്റ് പോകുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്നറിയാം, നമുക്കൊരു ഇറിറ്റബിലിറ്റി ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു പിൻ പ്രിക്കിങ് സെൻസേഷൻ വരും ദേഹത്തൊക്കെ, ഒരു വല്ലായ്മ. അത് നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ ഒരു ചൊറിച്ചിൽ, എന്തോ ഡ്രസ്സൊന്നും ഇട്ടിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല, ഇല്ലെങ്കിൽ വണ്ടി ഓടിച്ചു വന്നാൽ അങ്ങോട്ട് ഒരു തൃപ്തിയല്ല, ഇല്ലെങ്കിൽ ജോലിക്ക് പോയ സമയത്ത് അത്ര അങ്ങോട്ട് ഒരു പിൻ പ്രിക്കിങ് സെൻസേഷൻ നമുക്ക്. ഇപ്പോൾ സ്ലീപ്പ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന്, അതായത് റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഉറങ്ങാൻ പോകുന്ന ആൾക്കാരും ഒരു ഇലുമിനൻ്റ് ലൈറ്റ്, നമ്മളുടെ ഈ ഫോണിൻ്റെ ലൈറ്റ് ഉണ്ടല്ലോ, അത് വളരെ ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. കാരണം ഇത്രയധികം ആപ്പുകളെ നിയന്ത്രിച്ച് നിർത്തുന്നത് അതിനകത്തുള്ള ആ ഒരു ട്രാൻസ് ഇലുമിനൻ്റ് ഒരു പ്രത്യേകതരം ലൈറ്റാണ്. ഈ ലൈറ്റ് സാധാരണ ഫോട്ടോതെറാപ്പിക്കുമൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പലയിടത്തുമൊക്കെ തുളച്ച് കയറുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ സ്ലീപ്പിന് ചെല്ലുമ്പം നമ്മളുടെ ആ ഒരു ഈ സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് കറക്റ്റ്ലി നമ്മളത് ഒരിക്കലും നമുക്കൊരു സ്ലീപ്പ് ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇനിഷ്യേഷൻ കുറച്ച് താമസിച്ചാണ് വരുന്നതെങ്കിൽ കഴിയുന്നതും ഈ സ്മാർട്ട് ഫോണുമായിട്ട് നമ്മൾ അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്മാർട്ട് ഫോൺ കാണുന്നത് കുറച്ച് സമയത്തേക്കെങ്കിലും മാറ്റി വെക്കുക എന്നുള്ളത്. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം, ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ ഫോൺ കാണുന്നത് തിരിച്ചാണ്. ഉറക്കം വരാത്തതുകൊണ്ട് ഞാൻ ഫോൺ കാണുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്നാളിൽ ഒരു അമ്മച്ചിയുടെ 60 വയസ്സുള്ള അമ്മച്ചിയുടെ ഫോൺ നോക്കിയപ്പം സ്ക്രീൻ ടൈം 7 മണിക്കൂർ 7 hours 42 minutes. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തോന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിത് വാട്സപ്പും ഫേസ്ബുക്കിലും വീഡിയോസ് കാണുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ നമ്മളൊരു 100 വീഡിയോസൊക്കെ നമ്മൾ കാണും. അപ്പം സ്ലീപ്പ് ഈസ് അതായത് ക്വാളിറ്റി സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന്. പിന്നെ ഞാനീ പറഞ്ഞ ചെറിയ പെയിൻ പ്രിക്കിങ് സെൻസേഷനൊക്കെ ഇതിനകത്ത് അൺഹെൽത്തി തന്നെ. പിന്നെ ആൻസൈറ്റി പ്രോബ്ലംസ്, വിഡ്രോവൽ. ഒരു പ്രാവശ്യം ഞാൻ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഒരു സെമിനാറിന് പോയപ്പോൾ അവിടുത്തെ ഇപ്പം പുള്ളിക്കാരി ഒരു ബിഹേവിയറൽ സൈക്കോളജിസ്റ്റാണ്, റാണി എന്ന് പറയും, കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞത് സൈക്യാട്രിയിലെ എമർജൻസി എന്താണെന്ന് അറിയാമോ എന്നാണ്. മെഡിക്കൽ എമർജൻസി നമുക്കറിയാമല്ലോ, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, MI, നെഞ്ചുവേദന, അത് മെഡിക്കൽ എമർജൻസിയാണ്. സർജിക്കൽ എമർജൻസി ഒരു ഇൻറ്റെസ്റ്റിനൽ ഒബ്സ്ട്രക്ഷനാണ്. നമുക്ക് ഇൻ്റർവെൻഷൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്നത്. അപ്പം സൈക്യാട്രിയിലെ എമർജൻസി എന്തായിരിക്കും, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സൂയിസൈഡൽ തോട്ട്, മറ്റാരെങ്കിലും? എന്തോ വിഡ്രോവൽ? വേറെ ആരെങ്കിലും? ആങ്കർ, വേറെ ആരെങ്കിലും? എന്തോ പാനിക് അറ്റാക്ക്? പറഞ്ഞോ. അപ്പോൾ സൈക്യാട്രിയിലെ എമർജൻസി എന്ന് പറഞ്ഞാൽ അമ്മാമ്മ പറഞ്ഞാണ് വിഡ്രോവലാണ്.
സൈക്കാട്രിയില്ല. 3 ദിവസം അടുപ്പിച്ച് സ്കൂളിൽ പോകാതിരിക്കുന്ന കുഞ്ഞ് സൈക്കാട്രി പ്രോബ്ലമാണ്. പനിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ചൊരു ഓർഗാനിക് കോസുകളില്ലാതെ, അതൊരു സൈക്കാട്രിക് എമർജൻസിയാണ്. പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മാഡത്തിനൊരു കോൾ വന്നു, 7 ദിവസമായിട്ടൊരു കൊച്ച് സ്കൂളിൽ പോകുന്നില്ല. അപ്പം ഫിസിഷ്യനാണ് പറഞ്ഞത്. ഷീ കെയിം റണ്ണിങ് ആൻഡ് ഇത് സ്കൂളിൽ പോകുന്നില്ല, അതുകൊണ്ട് മൂകമായിരിക്കുന്നു, വല്ലാതിരിക്കുന്നു, ആഹാരമൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടുകാർ കൊണ്ടുവന്നതാണ്. അപ്പം രാത്രിയിലായിരുന്നു, ഒരു 12 മണിയാണ്. അപ്പോൾ അതൊരു അക്യൂട്ട് സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കാട്രിക് എമർജൻസിയാണ് നമ്മുടെ ഈ വിഡ്രോവൽ എന്ന് പറഞ്ഞത്. വിഡ്രോവൽ പല രീതിയിലുണ്ട്. ചർച്ചിൽ ഒരു 5 ആഴ്ചയായിട്ട് വന്നില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ നാട്ടിൽ പോയതായിരിക്കാം, ചിലപ്പം ജോലി ഉണ്ടായിരിക്കാം, ചിലപ്പം മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം, നടക്കാൻ പറ്റാതെ ആയിരിക്കാം, നടുവേദനയായിരിക്കാം, ഭാര്യയും ഭർത്താവായിട്ട് ഇടി ഉണ്ടാക്കിയിരിക്കും, കർത്തമേശ എടുക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കാം, പല കാരണങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഇതൊന്നുമില്ലാതെ നമുക്കൊരു ഒരു അക്യൂട്ട് വിഡ്രോവൽ, നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നോ നമ്മളുടെ ഫ്രണ്ട്സിൽ നിന്നോ എന്നൊക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് അകലം പാലിച്ച് നിൽക്കുന്നത് ഇത് ആക്ച്വലി നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഡിറ്റോറിയേഷനാണ്. എന്ന് പറഞ്ഞാൽ അപ്പൻഡിസൈറ്റിസിൻ്റെ തുടക്കം വയറുവേദനയാണെന്ന് പറയുന്ന പോലാണ് നമ്മൾ ഏകദേശം വട്ടായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പം ഈ വിഡ്രോവൽ ഞാനത് ലാസ്റ്റിൽ കാണിച്ചെങ്കിലും അതാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മെൻ്റൽ ഹെൽത്തിൻ്റെ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്കാണ് സുഹൃത്തുക്കളെ ആവശ്യമുള്ളത്, സുഹൃത്തുക്കൾ നമ്മളെ കൊണ്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കാണ് ഫാമിലി ബന്ധങ്ങൾ, അതായത് നല്ല കൊഹിറൻ്റ് ആയിട്ടുള്ള, നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നമുക്കാണ് ആവശ്യമുള്ളത്, മറ്റുള്ളവർക്കല്ല. കുടുംബത്തിൽ ആർക്കും അച്ചായൻ എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അച്ചായന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണം. അവിടെ തനിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് തന്നെ മുടിഞ്ഞ് ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെയല്ല, ബിക്കോസ് നമുക്കാണ് അതിനകത്ത് ആവശ്യം. തനിക്ക് എന്നെ ഇഷ്ടമൊന്നുമല്ലെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് തന്നെ ഞങ്ങൾ ചെന്ന് പറഞ്ഞേക്കണം. അടുത്ത സ്ലൈഡ് പ്ലീസ്. ഇല്ല, അത് സത്യമായിട്ട് പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, കള്ളമായിട്ട് പറയാം. ഇനി ഇതിനകത്തൊരു വാർണിംഗ് സയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഈ അൺഹെൽത്തി ക്യാരക്ടേഴ്സിനകത്ത് വന്നിരുന്നതിനകത്ത് ഇപ്പോഴുള്ള സൈൻസ് ആൻഡ് സിംറ്റംസിൽ ആദ്യത്തേത് വിഡ്രോവലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ വിഡ്രോവലുണ്ടല്ലോ, നമ്മൾ ഈ അടുത്തടുത്ത്, ഇപ്പം പ്രിൻസിയും അമ്മാമ്മയും കൂടെ അടുത്തിരിക്കുകയായിരിക്കും, പക്ഷേ അത്ര അടുത്തിരുന്നിട്ട് നമുക്ക് വിഡ്രോവൽ കാണിക്കാം, മുട്ടിയിരുന്നിട്ടും വിഡ്രോവൽ കാണിക്കാം. ഇങ്ങനെ അടുത്തിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ റോമിലായിരിക്കും, അവർ ചിലപ്പം ഇവിടെ അമേരിക്കയിലായിരിക്കും എന്ന് പറയാം. നമുക്കങ്ങനെ വിഡ്രോവൽ അത്രയും കാണിക്കാം. നമുക്കൊരു യാതൊരുവിധ സഹവർത്തിത്വം ഇല്ലാതെ മെൻ്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണിക്കാം. 2, നമ്മളുടെ ഫങ്ഷനിങ് ഒരു ഇച്ചിരി ഡ്രോപ്പ് ചെയ്യും. അതായത് നേരത്തെ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ, ഇപ്പം ഈ അമ്മമാർ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയച്ചിട്ട് ഒരു ഇവാലുവേഷൻ മീറ്റിങ്ങിന് പോകും, ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അടുക്കളയിലായിരിക്കും ആദ്യം ചെല്ലുന്നത്. ഞങ്ങൾ മേടിച്ചു തന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തും. രണ്ടാമത് നാട്ടിലങ്ങനെ ഇങ്ങനെ ഓരോ ജില്ലകളിലും ഓരോരോ പ്രത്യേകതയുണ്ട്. അപ്പം രണ്ടാമത്തത് ഇവളുടെ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ളൊക്കെ ഒരു ഇതിനെ നമ്മളൊരു ഇവാലുവേഷൻ, നമുക്കൊരു തട്ടുണ്ടല്ലോ, അമ്മമാർക്കൊരു തട്ടുണ്ട്, ഇവളിങ്ങനെ ആയിരുന്നില്ല, നല്ല ബ്രൈറ്റർ, നല്ല ആളായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 2 മാസമായപ്പോൾ നീ അങ്ങ് കുരഞ്ഞു പോയല്ലോ എന്ന് പറയും. നീ ഒരുപാട് പണിയുണ്ടോ എന്ന് പറയും. കയ്യിലെങ്ങാണ് ഒരു ചെറിയ പൊള്ളിയ പാടുണ്ടെങ്കിൽ തീർന്നു, മീൻ വറുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊള്ളിയെങ്കിൽ തീർന്നു. അപ്പോൾ നമുക്കൊരു ഇവാലുവേഷൻ, നമ്മളൊരു ഒരു സെറ്റ് ഓഫ് ബാർ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനെ, ഇതിങ്ങനെ ആയിരിക്കരുതെന്ന് നമുക്ക്, ഇപ്പോൾ നമ്മളുടെ ഡ്രോപ്പ് ഇൻ ഫങ്ഷനിങ്, അതായത് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വളരെ ഈസിയറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊരു ചെറിയൊരു ഡ്രോപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക്. പിന്നെ സെൻസിറ്റിവിറ്റി, ഒന്നും പറയാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും. ഇപ്പം നമ്മുടെ അലക്സിച്ചാൻ ഫെയ്ത്തമ്മാമയെ നോക്കിയിട്ട് എടിയിൽ നിന്ന് വിളിച്ചാൽ മതി, തീർന്നു. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു. സെൻസിറ്റിവിറ്റി അങ്ങനെയല്ല അവർ. ഇപ്പം ഞാൻ പ്രിൻസിയെ നോക്കിയിട്ട് ചുമ്മാ നോക്കിയാൽ മതി, എന്തോന്ന് നോക്കിയാൽ മതി, തീർന്നു. എക്സ്ട്രാ സെൻസിറ്റീവ് ആയിരിക്കും, ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി ടു എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രോഡനെസ് നമുക്ക് കുറയും. രണ്ടാമത്തത് എപ്പതി. നമുക്കറിയാമല്ലോ, എമ്പതിയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇത് എന്ത് വന്നെന്ന് പറഞ്ഞാൽ, നമുക്കൊരു കൊച്ചുങ്ങൾ പനിയാണെന്നോ കൊച്ചുങ്ങൾക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലോ ആകാശം
നമ്മളത് പറയാം ഞാൻ ഭയങ്കര കൂളായതുകൊണ്ടാണ്. അല്ല, നിങ്ങൾക്ക് ഒരു പ്രത്യേക മൂഡ് സ്റ്റേറ്റിലോട്ട് നമ്മൾ വരുന്നതുകൊണ്ട് ഇനി ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുന്തവും ഇല്ല എന്ന് പറയുന്നത് വി ചേഞ്ച് അവർ സെൽഫിൻ്റെ. പിന്നെ നമുക്കൊരു ഡിസ്കണക്റ്റഡ് ഉണ്ടാകും. നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുമായിട്ട് നമുക്കിപ്പോൾ ഇതില്ല, ഒരു ഫീലിംഗ് ഡിസ്കണക്റ്റഡ്. പിന്നെ നമുക്ക് കൂടുതലും ഒരു ഇല്ലോജിക്കൽ തിങ്കിങ് ആണ് വരുന്നത്. അതായത് യാതൊരുവിധ ലോജിക്കും ഇതിനകത്തില്ല. മൂന്നാമത്തത് സ്ലീപ്പ് ആൻഡ് മൂഡ് ചേഞ്ചസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനി ഇതിനകത്ത് ഈ നേരത്തെ പ്രിൻസി പറഞ്ഞതുപോലെ നിങ്ങൾ ബിഗ് യെസ്, എനിക്ക് ഇന്നത്തെ ഈ സെമിനാറിൽ നിങ്ങൾ ഓർക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന് Newstart, NEWSTART, അതിൻ്റെ എല്ലാത്തിൻ്റെ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തത് ബിഗ് യെസ്, BIGYESS. 8 വൈറ്റമിൻ കോംപ്ലക്സുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും കോഗ്നിറ്റീവിനും. കാരണം ബി കോംപ്ലക്സുകളെല്ലാം, വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഒരു വാട്ടർ സൊല്യൂബിൾ വൈറ്റമിനാണ്. അതുകൊണ്ട് നമുക്കങ്ങനെ എക്സ്ട്രാ ടോക്സിക് സംഭവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ADEK ഒക്കെ ആണെങ്കിൽ ചിലപ്പം വൈറ്റമിൻ A, D and EK ഒക്കെ ആണെങ്കിൽ അത് ഫാറ്റ് സൊല്യൂബിൾ ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ടോക്സിക് ഇത് നമുക്ക് ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ ബി ഈസ് ഫൈൻ കമ്പാരിറ്റീവ്ലി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു 80-20 റൂള് എന്ന് പറഞ്ഞാൽ 80% നമുക്ക് ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ വൈറ്റമിൻ റിച്ച് വെജിറ്റബിൾ അങ്ങനെയുള്ള ഡയറ്റിലേക്കും ഒരു 20% നമുക്ക് മറ്റുള്ള ഡയറ്റിലേക്കും മാറുന്നതായിരിക്കും നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് പറ്റുന്നത്. നമുക്ക് തന്നെ തോന്നുകയാണ് ഞാനൊരു ഇച്ചിരി പ്രശ്നമൊക്കെയാണ് വീട്ടിൽ, എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടായാൽ പിന്നെ വീട് കുരുക്ഷേത്രമായി മാറും എന്ന് പറയുന്ന പോലെ, യുദ്ധഭൂമിയായി മാറും, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്ന പോലെ. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വിൽ ചേഞ്ച് ഉണ്ട്. പിന്നെ ഈ റെയിൻബോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സുള്ള വെജിറ്റബിൾസ്, പല കളറിലുള്ള വെജിറ്റബിൾസ് നമ്മളുടെ ഫുഡ് പ്ലേറ്റിൽ വരുത്തുക. അതിൽ പല കളറിലുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ നമ്മളുടെ ഇതിന്, അതുകൊണ്ടാണ് റെയിൻബോ എന്ന്. മൂന്നാമത്തേത് ഗ്രീൻ, ലീഫി ഗ്രീൻ. അത് പ്രിൻസി പറഞ്ഞ കാര്യങ്ങളാണല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ബോഡിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടതിനകത്ത് ഒരു ബക്കറ്റ് പോത്ത് ബിരിയാണി കഴിക്കും, എന്നിട്ട് ഒരു ഇച്ചിരി ഗ്രീൻ ടീ കുടിച്ചിട്ട് എല്ലാം ശരിയാകും എന്ന് പറയുന്ന പോലെ നമ്മൾ അങ്ങനെ നമുക്ക് എൻറിച്ച്ഡ് ഒരുപാട് ഭക്ഷണം ഇല്ലെങ്കിൽ ഫുഡ് നമ്മൾ കഴിക്കുകയും അതിനെ തുടർന്ന് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ എന്ത് വാർണിംഗ് സൈൻസ് ആണ് ഈ ഫുഡുമായിട്ട് ചേർന്നത്. ഇപ്പോൾ ചീസ് ഇല്ലെങ്കിൽ ചിലപ്പം മറ്റേ പ്രോൺസോ ഷെൽഫിഷുകളോ അതൊക്കെ ആണെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഇറിറ്റബിലിറ്റി, ഓവർ സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മളുടെ ബോഡിയിൽ വരുന്ന വാർണിംഗ് സൈൻസുമായിട്ട് നമ്മളൊന്ന് അതങ്ങനെ ഒഴിവാക്കും. പിന്നെ ആൻസൈറ്റി ട്രിഗറിങ് ഫ്രൂട്ട്സ്. അത് ഈ രസമെന്ന് പറഞ്ഞാണ്ടല്ലോ, ഈ അമേരിക്കയിലെ കാറ്റിന് തന്നെ ഒരു ഡിപ്രഷനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കാറ്റ് വരുമ്പോഴേ അതിനൊരു ഡിപ്രഷൻ്റെ സ്മെല്ലുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ഫുഡ് എപ്പോഴും, പ്രോസസ്ഡ് ഫുഡ് എപ്പോഴും ഈ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രസീവ് ഫുഡാണ്. ഇനി ഇവിടെ ആൾക്കാർ മിക്കവരും ഇച്ചിരിയൊക്കെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതാണ്. ആൽക്കഹോൾ ഒരു ക്രോണിക് ഡിപ്രസീവ് ഡ്രഗാണ്. അത് കാരണം ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, വേറെ ഏതോ ലോകത്താണ്. അങ്ങനെ അതായത് ഒരു ഇച്ചിരി ആണെങ്കിലും ചെറിയ അളവിലും മോഡറേറ്റ് അളവ്, ഇപ്പോൾ നമ്മളാരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ലെങ്കിലും ഇതൊക്കെ ഇവിടെ വളരെ കോമൺ ആയിട്ട്. ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡിൻ്റെ ഒരു നേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രഷനിലെ ആൾക്കാർ. ഇപ്പോൾ GM ഡയറ്റ്, ആറ്റ്കിൻസ് ഡയറ്റ്, അതല്ലെങ്കിൽ കീറ്റോ, ഇതുപോലുള്ള ഡയറ്റുകളുടെ എല്ലാം അതിൻ്റെ ഈ കൊണ്ടുവരാനുള്ള കാര്യം തന്നെ അവരുടെ വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള നല്ല കപ്പാസിറ്റിയുള്ള ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പോസിറ്റീവ് പീപ്പിൾസിനൊക്കെ ഡിപ്രഷൻ കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്ത് 47% ആൾക്കാർക്ക് ഡിപ്രഷനുണ്ട്, വൺ ഓർ ദി അതർ. ഈ രാജ്യത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് ജനറ്റിക്കലി മറ്റൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളുടെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസും നമ്മളുടെ ഈ സൊസൈറ്റി ചേഞ്ചസും വളരെ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ഈ പ്രോസസ്ഡ് ഫുഡിനെ പറ്റി നമ്മൾ കഴിയുന്നതും, ഇപ്പോൾ നമുക്കത് പറ്റില്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെങ്കിലും പ്രോസസ്ഡ് ഫുഡിൽ നിന്ന് മാറ്റി നിർത്തുക. നൈട്രോസമീൻ, എക്സ്ട്രീം സോഡിയം, എക്സ്ട്രാ വൈറ്റമിൻ സ്കൂപ്പിംഗ്, ഇതൊക്കെ വരുന്നതാണ് ഈ പ്രോസസ്ഡ് ഫുഡുകൾ, പാക്ഡ് ഫുഡ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഭക്ഷണം കവറിലല്ല വരുന്നതെന്നുള്ളതാണ്. പ്ലാസ്റ്റിക് കവറിൽ അല്ല വരുന്നതെന്നുള്ള ഒരു വലിയ കൺസെപ്റ്റിലോട്ട് നമ്മൾ ആദ്യം നമ്മളുടെ കുഞ്ഞുങ്ങളെ മാറ്റും. അതൊരു വലിയ ഡിപ്രസിങ് എലമെൻ്റാണ്. ഇതിങ്ങനെ സ്ലോലി ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. നിങ്ങൾ ഈ മോക്സിവാസ് എന്ന് പറഞ്ഞൊരു സെൻട്രലി ആക്ടിങ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ഉണ്ട്. അത് 3 നേരം എടുക്കുന്നത് പോലെയാണ് നമ്മൾ ഇതുപോലുള്ള ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ എലമെൻറ്റ്, നമുക്കത് വരുന്ന ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡിൽ നിന്ന് മാറ്റിയെടുത്ത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ്. നമ്മളൊരു അസസ്മെൻ്റാണിത്. ഇത് നമ്മൾ സെൽഫ് കെയർ ചെക്കപ്പ്, എക്സസൈസ്, ഡയറ്റ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഈ സെൽഫ് കെയർ ചെക്കപ്പിന്
നമ്മളുടെ ഇമോഷണൽ, ഫിസിക്കൽ, സൊസൈറ്റൽ ആൻഡ് വർക്ക്. അതായത് ഇപ്പം നമ്മൾ ഇമോഷണൽ ഇത് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം വരുന്നുണ്ടോ ഇതെന്ന് പറഞ്ഞൊരു ചെറിയൊരു ഞാൻ ആ വേർഡ് ഉദ്ദേശിച്ചത് സെൽഫ് കെയർ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഒരു ഓൺലൈൻ മീഡിയ ഉണ്ട്. അതിനകത്ത് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനയർസ് കിട്ടും. ഇങ്ങനെ അതൊരു 4-5 തവണയായിട്ട് 1 to 3 ആണ്. ആദ്യത്തെ ഒന്നാമത്തത് ഏറ്റവും കൂടിയ പോയിൻ്റ് 3. നിങ്ങൾ തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കുക. ചുമ്മാ ഒന്ന് ടിക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒരു പ്രാക്ടീസ് പോലെ. സെൽഫ് കെയർ ചെക്കപ്പ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴാണോ എന്നെ കെയർ ചെയ്യാറുള്ളത്? ഞാൻ ഫുൾ ടൈം എന്നെ കെയർ ചെയ്യാറുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ സന്തോഷമാകുന്നുണ്ടോ? അതോ ഞാൻ എല്ലാ തവണയും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഞാൻ എല്ലാ തവണയും ചിന്തിക്കുന്നുണ്ടോ? വല്ലപ്പോഴും മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ സന്തോഷത്തെപ്പറ്റി ഞാൻ വല്ലപ്പോഴുമേ ചിന്തിക്കാറുണ്ടോ? എപ്പോഴും ചിന്തിക്കാറുണ്ടോ? എൻ്റെ സൊസൈറ്റിയിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് എനിക്ക് വരുത്താൻ പറ്റുന്നത്? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ ദി അതർ ലെവൽ. ആദ്യം നമ്മളുടെ പേഴ്സണൽ ഇതാണ്, പിന്നെ 2 സൊസൈറ്റി, 3 നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്ത് പറ്റും മെൻ്റലി ഹെൽത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും. ഇപ്പോൾ ഇതേപോലൊരു സർക്കിളിൽ നമ്മൾ വളരെ കാര്യമായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്തെങ്ങനെ പറ്റും എന്നുള്ളതാണ്. പിന്നെ എക്സസൈസ്, ഡയറ്റ്, സ്പിരിച്വാലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചടുലമായി ഒരു ദിവസം മിനിമം 3 മിനിറ്റും മാക്സിമം 30 മിനിറ്റും നടക്കാൻ ശ്രമിക്കുക. ചടുലമായി ചുമ്മാ. ഇനി നിങ്ങൾക്ക് ഒരു യാർഡ് ഹോം ആണെങ്കിലേ ഒരു 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിയർ അബൌട്ട് ഒരു 2000 സ്ക്വയർ അത്രയും കാണുമായിരിക്കും നിങ്ങളുടെ യാർഡ്. അപ്പോൾ നിങ്ങൾ ഫാർമേഴ്സ് വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫാർമേഴ്സ് വാക്ക്. അവർ കയ്യിൽ 2 സാധനങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ജിമ്മിലൊക്കെ പോയി വെറുതെ പൈസ കൊടുത്ത് അങ്ങനെ നടക്കണം. നിങ്ങൾ 2 കൊച്ചു ബക്കറ്റ് എടുക്കുക. ആ ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ നടക്കുക. ആദ്യം കാണുമ്പം റോയിച്ചാൻ ചോദിക്കുമായിരിക്കും എന്താണ് നിനക്ക് വട്ട് പിടിച്ചു വന്നു. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും. നമ്മളത് എന്നുവെച്ചാൽ അതൊരു ഫാർമേഴ്സ് വാക്കാണ്. ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളൊരു 5 തവണ നടന്നാൽ മതി. ഫാർമേഴ്സ് വാക്ക്. നിങ്ങളുടെ കോഗ്നിറ്റീവ് ഇത് ഇമ്പ്രൂവ്. അതിനകത്തൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് എൻ ഈക്വൽ ബാലൻസിങ് തിങ്. വെള്ളം പോകാതെയും നമുക്ക് ഒത്തിരി ഇടയ്ക്ക് വെച്ചിട്ട് ആ മുടിഞ്ഞവൻ്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞേക്കരുത്. നിങ്ങൾ വളരെ കാര്യമായിട്ട് നമുക്ക് സ്പിൽ ഔട്ട് ചെയ്യാതെ ഈക്വൽ ഡിസ്റ്റൻസിൽ നല്ല പേസിൽ നടന്നു നോക്കുക. ഫാർമേഴ്സ് വാക്ക്. കെയർഫുൾ ആയിരിക്കുക. വെള്ളം വീണ് കാല് തെന്നി അല്ല ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് വല്ലതും ഉണ്ടായി എൻ്റെ അടുത്ത് ഒന്നും പറയല്ലേ. ജസ്റ്റ് ടേക്ക് ഇറ്റ്. ഇനി കുറച്ച് വെള്ളം മാത്രമേ, അതല്ലെങ്കിൽ അതുപോലുള്ള വെയിറ്റുള്ള ഈക്വൽ വെയിറ്റുള്ള എന്തെങ്കിലും സാധനമായിട്ട് നിങ്ങൾ നടക്കുക. പിന്നെ സ്പിരിച്വാലിറ്റി. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇതിനകത്തൊരു ടിപ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഒരു കാര്യം മാറുക, ജസ്റ്റ് ഹാവ് ഫൺ. പിള്ളേരുടെ അടുത്താണെങ്കിലും ഒച്ചത്തിൽ ചിരിക്കാനൊക്കെ പറ്റുമെങ്കിൽ ചിരിക്കുക. നമ്മൾ അതായത് ഞാനതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ അതായത് അടക്കവും ഒതുക്കവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിരിക്കട്ടെ ഇവക്കായിരുന്നു ഇത്ര അടക്കവും ഒതുക്കവും. ജസ്റ്റ് ഹാവ് ഫൺ. നിങ്ങൾക്കിപ്പോൾ ഈ മീറ്റിങ്ങിൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈം ജസ്റ്റ് ഹാവ് ഫൺ. പിന്നെ നല്ല റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. ഞാൻ ഇന്നാളിൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലൊരു സ്റ്റഡിയാണ് ആൾക്കാരുടെ ഹ്യൂമൻ ഹാപ്പി ഇൻഡെക്സ്. ഏറ്റവും കൂടുതൽ വർഷങ്ങൾ നിന്നിരുന്ന സ്റ്റഡിയാണ്. 94 വർഷമായി. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിൻ്റെ 5ാമത്തെ പ്രോജക്റ്റ് ഡയറക്ടറൊക്കെയാണിപ്പോൾ. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് ആൾക്കാരെങ്ങനെ സന്തോഷമായിരിക്കുമെന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷനാണ്. അതിനകത്ത് തന്നെ നമ്മൾ ഈ റിക്കൺസൈൽ ചെയ്ത റിലേഷനാണ്. പണ്ട് നമ്മൾ ഗീരിയും പാമ്പുമായിരുന്നു. ഇപ്പം പക്ഷേ നല്ല അടയൻ ചക്കര എന്ന് പറയുന്ന കണക്ക് നമുക്കതൊരു, അതായത് നമ്മൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് ആ മനുഷ്യനുമായി അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമ്മളുടെ റിലേഷൻ, ഡെവലപ്പിംഗ് റിലേഷനാണ് നമ്മളെ സന്തോഷമാകുന്നത്. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്, ഒരു എക്സ്റ്റൻഷനാണ്. പിന്നെ നന്നായിട്ട് ഉറങ്ങുക. ഈ എൻജോയ് ദ പ്രസൻറ്റ്. ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുമ്പം ഇപ്പം ഇങ്ങനൊരു സെമിനാറിലിരിക്കുമ്പോഴും നമ്മളവിടെ പഞ്ച് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ലേറ്റ് ആവുമല്ലോ. ഫൈൻഡ് യുവർ വർക്ക് ലൈഫ് ബാലൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ബ്രേക്ക് എടുക്കാതെ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രേക്ക് എടുക്കുക. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയും, ഫ്രീക്വൻ്റ് ആയിട്ട്. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് വർക്ക് ഹാർഡർ. ആ 8 മണിക്കൂർ എന്താ പറഞ്ഞാൽ എല്ല് മുറിയെ പണിയെടുക്കുക എന്ന് പറയുന്നത്, നന്നായിട്ട് വർക്ക് ചെയ്യുക. അതിനുശേഷമുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് കെയറിനോ ഇതിനു വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുക. നിങ്ങൾ നല്ല ഒരു വർക്ക് ലൈഫ് ബാലൻസ് കാത്തു സൂക്ഷിക്കുക. ഇതുപോലുള്ള ഗ്യാതറിങ്ങോ, നിങ്ങൾക്കൊരു സോഷ്യൽ ഗ്യാതറിങ്ങോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാർക്ക് വാക്കിംഗ് ഗ്യാതറിങ്ങോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കുറച്ച് സമയം. രണ്ടാമതൊരു കാര്യം പറയട്ടെ,
ഈ ആരോഗ്യപരമായൊരു ഗോസിപ്പിംഗ് രീതിയുണ്ട്. സൈക്കോളജിയിൽ പറയുന്നത്, ഇപ്പം സൂസൻ മാമ വേറൊരാളെ വിളിച്ചിട്ട് മറ്റൊരാളെ പറ്റി കുറ്റം പറയാം, അങ്ങനെയല്ല. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ പറ്റി കുറ്റം പറയാം. ആരോഗ്യപരമായൊരു ഗോസിപ്പിംഗ് ആണ്. അതായത് ചില ഫണ്ണി എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അതെങ്ങനെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പ്രായം കുറവാണെന്ന് എങ്ങനെ മറ്റൊരാൾ മനസ്സിലാവും? നിങ്ങൾ വീണാൽ അയാൾ ചിരിക്കും. പ്രായം ചിരിച്ചില്ല അയാൾ അയ്യോ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ ഏകദേശം ഓൾഡായി, അവിടെ എവിടെ ഓടിയാൻ പോകുന്നു എന്നുള്ള ചിന്തയായിരുന്നു അയാളുടെ. അപ്പം എന്നുവെച്ചാൽ നമ്മളെപ്പറ്റി ആരോഗ്യപരമായ ചില ഫണ്ണി എലമെൻറ്റ്സൊക്കെ നമ്മൾ ഇത് കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇല്ലേ അവൾ അങ്ങനെ ചെയ്യുന്നു, ഇവളിങ്ങനെ ചെയ്യുന്നല്ലോ. അതൊരു വൈബ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫണ്ണി എലമെൻറ്റ്സ് നടന്നു നമ്മളെപ്പറ്റി, അല്ലെങ്കിൽ എന്നെപ്പറ്റി ഒരു ഫണ്ണി കാര്യം നടന്നു, അല്ലെങ്കിൽ നമ്മളൊരാൾ ഒരു ആളുടെ പ്രസൻസിലോ അല്ലെങ്കിലൊക്കെ നമ്മളത് ഷെയർ ചെയ്യുന്നതും ഞാൻ ഉദ്ദേശിച്ചത് ഗോസിപ്പിങ്ങിനുള്ള ഒരു ലൈസൻസ് എന്നുള്ള രീതിയിലല്ല. ഇത് ആരോഗ്യപരമായി നമ്മൾ കുറച്ചൊരു ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ ജസ്റ്റ് മേക്ക് ഫൺ. പിന്നെ നന്നായിട്ട് ആഹാരം കഴിക്കുക. നമ്മളുടെ ഒരു പ്രധാന പ്രത്യേകത, കുഞ്ഞുങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ അമ്മമാർ കഴിക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പം വീട്ടുകാർ കഴിച്ചതിൻ്റെ ബാക്കിയായിരിക്കും. ഇങ്ങനെ ബാക്കി കഴിച്ച് നമ്മൾ ഏകദേശം ഒരു വഴിയായിട്ടുണ്ട്. അത് കഴിയുന്നതും ഒഴിവാക്കുക. നിങ്ങളൊരു ഹാഫ് പ്ലേറ്റ് ചലഞ്ച് ഉണ്ടാക്കുക. 9 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും മിക്കപ്പോഴും ഒരു ഡിന്നർ പ്ലേറ്റിന് പ്രിൻറ്റ് ചെയ്ത് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തൊരു ഹാഫ് പ്ലേറ്റ് ചലഞ്ച്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഡിഷും സൈഡ് ഡിഷും എന്നാണ് പറയുന്നത്. സൈഡ് ഡിഷ് എന്താണ്? ഇവിടുത്തെ ചോറും ബ്രെഡും ഒക്കെയാണ്. ഡിഷാണ് ചിക്കൻ മസാലയും അത് ഇതൊക്കെ. നമ്മുടെ അവിടെ നിന്ന് തിരിച്ചാണ് അല്ലേ. സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ അവിയലായിരിക്കും. ചോറ് എൻ്റെ പൊന്നോ, ഇത്രയും ചോറും ചപ്പാത്തിയൊക്കെ നമ്മളെ. അപ്പോൾ നമ്മൾ ഈ ഡിഷും സൈഡ് ഡിഷും അതിൻ്റെ ഒരു ഹാഫ് പ്ലേറ്റ് ചലഞ്ച്, ഒരു 9 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പ്ലേറ്റിൻ്റെ ഒരു ഹാഫ് പ്ലേറ്റ് ചലഞ്ചിലേക്ക് എല്ലാവരും കഴിക്കുമ്പോൾ നിങ്ങളും വന്നിരുന്ന് കഴിക്കുക. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അവരുടെ ബാക്കി കഴിക്കാൻ നിങ്ങൾ പറയുക, എടാ ഞാൻ നിൻ്റെ ട്രാഷ് ക്യാനൊന്നും അല്ല, യു ഈറ്റ് വാട്ട് യു വാണ്ട്. ആരുടെയും എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അതൊരു പ്രിൻസിപ്പിളായിട്ട് ഇന്ന് തന്നെ. അപ്പം ഫുഡ് വേസ്റ്റ് ആകുമല്ലോ എന്നാണ്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലിമിറ്റ് എത്രയാണ്, അച്ഛൻ എത്രമാത്രം കഴിക്കും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഉണ്ടാക്കും. രണ്ടാമത്തത് നിങ്ങൾ അതിനെ ഒരു നല്ലൊരു ഒപ്പീനിയൻ, നമ്മളെപ്പറ്റി തന്നെ നല്ലൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുക. ഞാനൊരു സംഭവമാണെന്ന് സ്വയം അങ്ങ് വിശ്വസിക്കുക. അത് മറ്റുള്ളവരോട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ഞാനൊരു വലിയ സംഭവമാണെന്ന് പ്രിൻസിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൾ അംഗീകരിക്കാത്തത്. അതുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചാൽ മതി. എനിക്കിത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്കിങ്ങനെയുള്ള കഴിവുകളുണ്ടെന്നോ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തിരിക്കേണ്ട ലാസ്റ്റ് സ്ലൈഡാണ്. LES എന്ന് പറഞ്ഞാൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ സയൻസ് ആണ് LESിലൊരു ശാസ്ത്രജ്ഞനാണ്. ഞാൻ വളരെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സെമി ക്രാക്കാണ് അദ്ദേഹം. നല്ല ഒരു മനുഷ്യനാണ്. അപ്പം ഈ മൗറിഷ്യോ അവൻഡാനോ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു സ്റ്റഡിയുണ്ട്. ഈ ചർച്ചിൽ പോകുന്ന ആൾക്കാർ, അതായത് സഭയിൽ ആരാധനയ്ക്കും കൂട്ടായ്മകൾക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്നാണ് അവരുടെ കണ്ടുപിടുത്തം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളുടെ ഈ പറൈറ്റൽ ലോബിൽ, ഈ ബ്രെയിനിൻ്റെ 2 സൈഡിലും ഇരിക്കുന്ന ലോബിൽ ഒരു സെൻസിറ്റീവ് സോണുണ്ട്. അതിന് ഗ്രാറ്റിഫിക്കേഷൻ സോൺ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് ലഭിച്ച കാര്യങ്ങളെപ്പറ്റി നമ്മൾ റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുന്നതാണ് ആ ഗ്രാറ്റിഫിക്കേഷൻ സോണിൻ്റെ ഏറ്റവും നല്ല കാര്യം. എനിക്ക് ലഭിച്ച കാര്യം, ലഭിക്കാത്ത കാര്യമല്ല. എനിക്ക് BMW ഇല്ലല്ലോ, എനിക്ക് മെഴ്സിഡീസ് ഇല്ലല്ലോ, എനിക്കൊരു കൊറോള ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ. അപ്പം നമ്മളുടെ ഗ്രാറ്റിഫിക്കേഷൻ സോൺ, അതിനകത്ത് തന്നെ ക്രിസ്തുവിലുള്ള, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഏറ്റവും വലിയ ഗ്രാറ്റിഫിക്കേഷൻ സോൺ എന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും ജനനം, ദൈവം എന്നെ, എനിക്ക് റിസറക്ഷൻ, എന്നെ വീണ്ടും ജനിക്കാൻ പ്രാപ്തനാക്കിയത്. അപ്പോൾ നമുക്ക് ലഭിച്ച ഒരു വലിയ ഗ്രാറ്റിഫിക്കേഷൻ, ഓൾ ബ്ലെസ്സിങ്സ്. അവർ പറയുന്നത് ദിവസേന നിങ്ങൾക്ക് ലഭിച്ച 3 കാര്യങ്ങളെപ്പറ്റി ഓർക്കുക. ആദ്യം ഭർത്താവിനെ ഓർക്കരുത്, ചിലപ്പോൾ അത് കൗണ്ടർ ആക്റ്റീവായിരിക്കും. നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഏറ്റവും നല്ല 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ച 3 കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഓർക്കുക. അത് നിങ്ങളുടെ ഗ്രാറ്റിഫിക്കേഷൻ സോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതാണ് ഈ ചർച്ച് ഗോയിങ്ങിൻ്റെ ആദ്യത്തെ ഗ്രാറ്റിഫിക്കേഷൻ. രണ്ടാമത്തെ എന്താണെന്നറിയാം, നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു കളക്റ്റീവ് മെൻ്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന ആൾക്കാരിൽ എല്ലാവർക്കും ഒരു 25% കൂടുതൽ സ്വന്തമായി സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാൻ, ആൻസൈറ്റി കൈകാര്യം ചെയ്യാൻ ഒരു കഴിവുണ്ട്.
അത് ഈ സഭയിൽ ഇല്ലെങ്കിൽ ഈ കൂട്ടായ്മകളിൽ നമ്മൾ ഒരുമിച്ച് വരുന്നുണ്ട്. ടുഗദർ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. നമ്മൾ ഇവിടോട്ട് വരുമ്പോൾ എല്ലാവരും ചിരിക്കും. പ്ലാസ്റ്റിക് ചിരിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് മറച്ചു വെച്ചിട്ടെങ്കിലും ചിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും നോക്കി നമ്മളത് ചിരിക്കും. നമുക്കൊരു പോസിറ്റീവ് വെൽക്കമിങ് വൈബ് ഉണ്ടാകും. ആരെങ്കിലും വരുമ്പോൾ, ഇപ്പോൾ അമ്മാമ്മ ഇന്ന് എത്ര പേരെ വിളിച്ചായിരുന്നു? ഇറ്റ്സ് എ കൺസിഡറേഷൻ. അപ്പം നമ്മളെല്ലാവരെയും വിളിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക, നമ്മളെ കൺസിഡർ ചെയ്യും. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് വരും. മൂന്നാമത്, നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വരും. ഞാൻ വളരെ കാര്യമായിട്ട് പറയുന്ന ഒരിതാണ്, ഇവിടെ നമ്മുടെ വലിയ വലിയ അതോറിറ്റീസൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ, എന്നാലും പറയാം. നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആരാ? സ്ത്രീകളാണ് അല്ലേ? എല്ലാ മീറ്റിങ്ങുകൾക്ക് വരുന്നത്, ഉപവാസം എടുക്കുന്നതും സ്ത്രീകളാണ്, പ്രാർത്ഥിക്കുന്നതും സ്ത്രീകളാണ്. പക്ഷേ ഏറ്റവും കുറച്ച് അഡ്മിനിസ്ട്രേഷനിലുള്ളതും സ്ത്രീകളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ഗവേണിംഗ് സിസ്റ്റം അല്ല. ഇപ്പം സപ്പോർട്ട് സിസ്റ്റം, പ്രസിഡൻറ്റിൻ്റെ കൂടെ എത്ര ഒഫീഷ്യൽസ് ഉണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല. അവരാണ് ഇവന്മാരെ ഇതെല്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് 4 പില്ലേഴ്സായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള 4 വെല്ലുവിളികളായിരുന്നു. ഇതിന് അതായത് ആരോഗ്യം, അതായത് പൊതുജനാരോഗ്യം, പിന്നെ പൊതുമരാമത്ത്, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ. അവരിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ തീമായിട്ടാണല്ലോ മുഖ്യമന്ത്രിമാരൊക്കെ ഇതെടുക്കുന്നത്. അപ്പോൾ ഈ 4 സംഭവങ്ങളെ പറ്റിയും അദ്ദേഹം പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരാണ്, സപ്പോർട്ട് സിസ്റ്റമാണ് അദ്ദേഹത്തിന് ഇതൊക്കെ, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, പൊതുഭരണമുള്ള മുഖ്യമന്ത്രി ചെയ്യണം എന്ന് പറഞ്ഞാൽ ചർച്ചിനെ നമ്മളൊരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് സപ്പോർട്ട് സിസ്റ്റമാക്കി മാറ്റുന്നതാണ് ഒരു മെൻ്റൽ ഹെൽത്തുള്ള ആൾക്കാരുടെ ഏറ്റവും നല്ല കഴിവെന്ന് ഈ റിസർച്ചിൽ വന്നിട്ടുള്ള കാര്യം. പിന്നെ അടുത്തത് IPC എന്ന് പറഞ്ഞാൽ IPC ചർച്ചല്ല, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും നമ്മളുടെ രീതിയിൽ എനിക്കറിയാം നിങ്ങളുടെ ഇടയിൽ വളരെ സ്ട്രോങ്ങറായിട്ട് ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്സ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ. അത് നിങ്ങൾ പരസ്പരം ആരുടെടുത്തും ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ വളരെ കാര്യമായിട്ട്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, വളരെ വർത്തി ആയിട്ടുള്ള റിലേഷനുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ LESലെ ഡോക്ടർ പറഞ്ഞ ചർച്ചിൽ പോകുന്ന ഒരാളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ നമുക്കിതുണ്ട്. ഇനി അഥവാ നമുക്കൊരു 25% നമ്മളുടെ സ്ട്രെസ്സ്, ആൻസൈറ്റി, നമ്മളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓർത്തോണം, നമ്മളുടെ ഈ ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഡയറ്റോ, സ്ലീപ്പോ, സയൻറ്റിഫിക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും സ്പിരിച്വൽ, മെൻ്റൽ വെൽബീങ്ങിനും നിങ്ങൾക്കതുണ്ട്. പിന്നെ ഈ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഹാപ്പിനെസ്സും ഗെയിനും നമുക്കിതിൽ നിന്ന് കിട്ടുമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക, നമുക്കൊരു ബിലോങ്ങിങ് ഉണ്ടാകും, സെൻസ് ഓഫ് വെൽക്കമിങ് ഉണ്ടാകും, ഒരു ഹയർ സെൻസ് ഓഫ് റിവാർഡ് ഉണ്ടാകും. അതെല്ലാം നമ്മളുടെ ചിന്തയിൽ വരുന്നതാണ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ സ്ട്രോങ് ആയിരിക്കും. ദെൻ ആക്ച്വലി വി ഗോട്ട് എ ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഹാപ്പിനെസ്. അടുത്ത് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പം ഞങ്ങളെ ഇതുപോലൊരു സെമിനാറിന് വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട, ഞാനൊരു ചുരുക്കമായിട്ട് പറയാം, ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്കൊരു ലൈഫ് ഒരു പ്ലാനർ, അതൊരു Newstart എന്നാണ്, WHOയുടെ ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ കേട്ട് കാണും ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞു. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബ്ലൂ സോൺസ്? 5 ബ്ലൂ സോൺസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം ഇവിടെ അമേരിക്കയിലാണ്, ലോസ് ആഞ്ചലസ്. അതൊരു ഈ 7th Day അഡ്വൻറ്റിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അവിടെ അവർ ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളോ വാഹനങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. ബ്ലൂ സോൺസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ആരോഗ്യത്തോടെ, മാനസിക സന്തോഷത്തോടെ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഏരിയാസിനെയാണ് ബ്ലൂ സോൺസ് എന്ന് പറയുന്നത്. ബെവിൻ, can you just Google it, the blue zones, and just show the picture blue zones. അപ്പോൾ അത് 5 എണ്ണം കണ്ടാണുള്ളത്. ഒരെണ്ണം ജപ്പാനിലാണ്, ഒരെണ്ണം ഇവിടെ അമേരിക്കയിലുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് കോസ്റ്ററിക്കയിലെ കണ്ടൊക്കെ. അപ്പോൾ ഈ ബ്ലൂ സോൺസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഡയറ്റ് എന്താണെന്ന് അറിയാമോ? ബീൻസാണ്, ബീൻസ്. പ്രിൻസി പറഞ്ഞാൽ അതുണ്ടല്ലോ, ബിഗ്ഗേഴ്സിനത് ബീൻസ്, ലഗ്യൂംസ്, ബീൻസ്. അപ്പോൾ ബീൻസ് ചെറിയ സംഭവമൊന്നും അല്ല കേട്ടോ. അപ്പോൾ ബീൻസ്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഫിഷാണ്. ഇവർക്ക് MI പോലും വരത്തില്ലെന്നാണ്. അതായത് ഹാർട്ട് അറ്റാക്കോ, ബ്ലോക്കോ, ആതെറോസ്ക്ലെറോസിസോ, മെൻ്റൽ ഡിസീസോ ഒന്നുമില്ല. അപ്പം ബ്ലൂ സോൺസ് എന്നാണ് ഒരു ബ്ലൂ സോൺസ് കുറച്ചിങ്ങനെ. ഇനി ഇവരുടെ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളും മലയാളികളും കുറേ കാലം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, നല്ല ലൈഫ് എക്സ്പീരിയൻസേ ഉള്ള. പക്ഷേ മിക്കവാറും 3 ട്യൂബിലായിരിക്കുന്നേ ഉള്ളൂ. ഒന്ന് ഇതിലേക്കൂടെ ഒരു ട്യൂബ്, പിന്നെ താഴെ വേറൊരു ട്യൂബ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ കിടപ്പായിരിക്കും, അങ്ങനെ ചെറിയ സൗണ്ടൊക്കെ കാണത്തുള്ളൂ. ഒരു ഏകദേശം 20 വർഷമൊക്കെ അങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ലോഞ്ചിവിറ്റി പരസഹായമില്ലാതെ ആരോഗ്യത്തോടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള. അപ്പോൾ ബ്ലൂ സോൺ
അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ഇയേഴ്സ്. അപ്പോൾ ഈ ബ്ലൂ സോണിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ന്യൂസ്റ്റാർട്ട്. അവർ നന്നായിട്ട് വെള്ളം കുടിക്കും, എക്സസൈസ് എന്ന് പറഞ്ഞാൽ നടക്കും. എനിക്ക് തോന്നുന്നത് ലോസ് ഏഞ്ചലസിലുള്ള ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി റിസർച്ച് നടക്കുന്നുണ്ട്. ഈവൻ ടെമ്പിൾ ഹാവ് എ റിസർച്ച് വിത്ത് ദാറ്റ്. അപ്പോൾ ലോമലിയോ അങ്ങനെ എന്താണ് പേരെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരുടെ ജീവിത രീതികളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടൊന്ന് നോക്കാൻ പറ്റുന്ന എങ്ങനെയാണ് അവരുടെ ഇത്. അപ്പം ഇതിനകത്തെല്ലാം ഇവർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നൊരു കാര്യം ബീൻസ്, ഫിഷ്, പിന്നെ ഈ നമ്മുടെ അൺപ്രോസസ്ഡ് ഫുഡ്, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫുഡുകൾ, ഇപ്പോൾ പഴവും പച്ചക്കറികളൊക്കെ ചേർന്നിട്ടുള്ള ഡയറ്റ് രീതികൾ. പിന്നെ ഇവർ രണ്ടാമത് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അവർ ഒരുമിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആരെ പറ്റിയെങ്കിലും കുറ്റം പറയാനാണെങ്കിൽ അവർ ഒരുമിച്ചായിരിക്കും പറയുന്നത്. ആരെങ്കിലും ഇപ്പം മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ ഒരുമിച്ചായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാസ് ആക്ടിവിറ്റീസ് അവർ ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ സ്പിരിച്വാലിറ്റി, അവർ ചില കാര്യം ഇപ്പോൾ ഈ ബാപ്റ്റിസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ഇത് തന്നെ അവർക്ക് അവർ വളരെ ട്രഡീഷണലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവരിങ്ങനെ മോട്ടോർ വാഹനങ്ങൾ അവിടെ ഇല്ല, അവിടെ ഫോൺസ് ഇല്ല, അവർ പഴയ വസ്ത്രധാരണ രീതിയൊക്കെയാണ്. പക്ഷേ അതിൻ്റെ പുറകിലൊരു വലിയ സ്പിരിച്വൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ചില വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടാമത്തെ കാര്യം സെൽഫ് കെയറിൻ്റെ ചെക്കപ്പിനെ പറ്റി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. positivepsychology.com എന്നാണ്. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇമോഷണൽ വീൽ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ട് കാണുമല്ലോ. 6 ഇമോഷൻസ്: സാഡ്, ഡിപ്രഷൻ, ആൻസൈറ്റി ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്, ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്. ഇപ്പം ന്യൂസ്റ്റാർട്ട്, ബിഗ് ഇയേഴ്സ് ആൻഡ് ദെൻ മെൻ്റൽ ഹെൽത്ത്, ഈ കാര്യങ്ങളെപ്പറ്റി ഓക്കെ. എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 10 minutes. ഇസ് ദാറ്റ് ഓക്കെ? Yeah, 10 minutes.